السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له الحي القيوم الفرد الصمد الذي لم يلد ولم يولد ولم يتخذ صاحبة ولا ولدا. ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കുകയും നമ്മുടെ ദുആകൾക്ക് അല്ലാഹു ഉത്തരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. നമ്മുടെ ബന്ധുക്കളിലും കുടുംബങ്ങളിലും ഒരാളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ഒരുപാട് ദുആ വസിയത്തുകൾ പല രീതിയിലും പല വഴിക്കുമായി അറിയിച്ചവരുണ്ട്. അല്ലാഹു അവരുടെയൊക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കട്ടെ. പരിശുദ്ധമായ മുഹറത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് ചെയ്തിരിക്കുകയാണ്. അല്ലാഹു ഇതൊരു നല്ല ബിദായത്ത് ഖൈരിൻ വറുഷ്ദിൻ വസ്വലാഹിൻ, ഒരു നന്മയുടെ ഒരു നല്ല ഹിദായത്തിൻ്റെ ഒരു തുടക്കമാക്കി അല്ലാഹു മാറ്റിത്തരട്ടെ. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചയിടം മുതൽ തന്നെ ഭൂമി ലോകത്തിൻ്റെ കാലാവസ്ഥകൾ നിർണയിച്ചപ്പോൾ തന്നെ ഇതൊരു 12 മാസത്തിൻ്റെ ഗണനയിലാണ് അള്ളാഹു നിശ്ചയിച്ചത്. 12 മാസങ്ങളാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും. ആ 12-ൽ 4 പരിശുദ്ധങ്ങളായ ഹുർമത്തുള്ള മാസങ്ങളാണ്, മുഹറമുകളാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് കാലുകുത്തിയ അന്നത്തെ ദിവസമാണ് ഇസ്ലാമിക കലണ്ടർ ആരംഭിക്കുന്നത്. അത് നടന്നത് മുഹറത്തിലായിരുന്നില്ല, അത് റബീഉൽ അവ്വലിലാണ്. പക്ഷേ വർഷം കണക്കാക്കിയപ്പോൾ അതിൻ്റെ മുമ്പുള്ള 2 മാസം ഇപ്പുറത്തേക്ക് കണക്ക് കൂട്ടിയിട്ടാണ് വർഷം കണക്കാക്കൽ. പക്ഷേ സത്യത്തിൽ മുഹറം എന്ന വർഷം ആരംഭിക്കുന്നത് റബീഉൽ അവ്വലിലാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള വസ്തുതയാണ്. കാരണം ഹിജ്റ നടന്നത് റബീഉൽ അവ്വലിലാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുചരന്മാരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത വലിയ ദുർഘടമായ ഒരു യാത്രയുടെ ഒരു അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് ലോക മുസ്ലിമീങ്ങൾ അവരുടെ കലണ്ടറായി ആചരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളാകാമായിരുന്നു, പക്ഷേ ഒരു വലിയ ത്യാഗത്തിന് ശേഷം അല്ലാഹു തആല വലിയൊരു വിജയം നൽകി എന്നതാണ് ഹിജ്റയുടെ പ്രത്യേകത. വലിയൊരു ത്യാഗത്തിന് ശേഷം വലിയൊരു വിജയം. ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. തീർച്ചയായും ഒരു പ്രയാസത്തിന് ശേഷം 2 ആശ്വാസമുണ്ട്. ആയത്തിൻ്റെ അർത്ഥം അങ്ങനെയാണ്. ഒരു പ്രയാസം കഴിഞ്ഞാൽ 2 ആശ്വാസം വരുന്നതാണ്. അള്ളാഹു നമ്മുടെയൊക്കെ പ്രയാസങ്ങൾക്ക് അള്ളാഹു തആല ആശ്വാസം അള്ളാഹു വളരെ പെട്ടെന്ന് അള്ളാഹു അനുഗ്രഹിച്ച് നൽകി അള്ളാഹു സഹായിക്കട്ടെ. വലിയ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും കഴിഞ്ഞുകൂടുന്ന ഒരുപാട് ആളുകൾ, വ്യക്തിപരമായ വിഷയങ്ങൾ, ഈ ഉമ്മത്തിൻ്റെ വിഷയങ്ങൾ ആലോചിച്ചാൽ അങ്ങനെ അള്ളാഹു എല്ലാറ്റിലും ഒരു ഫറജും മഖ്റജും അള്ളാഹു ഉണ്ടാക്കി തരട്ടെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ ചുമലിലേക്ക് ചാരി നിൽക്കുമ്പോൾ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചുവല്ലോ, നബിയെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണില്ലേ നബിയെ? ഞങ്ങളുടെയൊക്കെ അവസ്ഥ കണ്ടോ? ഞങ്ങൾ വലിയ പ്രയാസത്തിലല്ലേ? അങ്ങ് ഞങ്ങൾക്ക് ദുആ ചെയ്യുന്നില്ലേ? അലാ തദ്ഉ ലനാ അലാ തസ്തൻസിറു ലനാ യാ റസൂലല്ലാഹ്. നബിയെ ഞങ്ങൾക്ക് സഹായം വേണ്ടേ? ഞങ്ങളിങ്ങനെ ഒറ്റപ്പെട്ടു പോയാൽ, ഞങ്ങളാളുകൾ കൂട്ടം കൂടി ആക്രമിക്കാൻ തുടങ്ങിയാൽ നബിയെ ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുക? ഞങ്ങളുടെ പെണ്ണുങ്ങൾ, ഞങ്ങളുടെ കുട്ടികൾ, ഞങ്ങളുടെ കച്ചവടം ഒന്നും കൊണ്ടു നടക്കാൻ പറ്റാത്ത വിധം പ്രയാസത്തിലായിപ്പോയല്ലോ നബിയെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതി പറയുന്ന ഒരു സന്ദർഭം ഹദീസിൽ കാണാൻ കഴിയും. അന്നേരം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ ഹിജ്റ നടക്കുന്നതിൻ്റെ മുമ്പ് തങ്ങൾ പറഞ്ഞ പ്രവചനങ്ങളാണ്. അവിടുന്ന് പറഞ്ഞു, ലഖദ് കാന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികൾ അവരിൽപ്പെട്ട ചില ആളുകളൊക്കെ ജീവനോടെ കൊണ്ടുവന്ന് കുഴിയിലിറക്കി അവരുടെ മൂർധാവിൻ്റെ
നെറുകയിൽ ഈർച്ചവാള് വെച്ച് 2 പാതിയാക്കി അവരെ മുറിച്ചെടുക്കുമ്പോഴും അഹദ് എന്ന് മാത്രമായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അവർ പിന്മാറിയിട്ടില്ലായിരുന്നു. വലാകിന്നക്കും തസ്തഅജിലൂൻ, എന്നിട്ട് പറഞ്ഞു വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ലയുതിമ്മന്നല്ലാഹു ഹാദദ്ദീൻ, അള്ളാഹു ഈ ദീനിനെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഹത്താ യസീറ റാകിബു മിൻ സൻആ ഇലാ ഹദറമൗത്ത്, സൻആയിൽ നിന്ന് ഹദറമൗത്തിലേക്ക് ദീർഘമേറിയ യാത്ര, ഒരാൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഒരാളെയും പേടിക്കാതെ, ലാ യഖാഫു ഇല്ലല്ലാഹു വദ്ദിഇബ അലാ ഗനമി, അള്ളാഹുവിനെയും തൻ്റെ ആട്ടിൻപറ്റങ്ങളെ വല്ല ചെന്നായും പിടിക്കുമോ എന്ന് ചെന്നായുമല്ലാതെ മറ്റൊരു കാര്യത്തെക്കുറിച്ചും ആലോചിക്കേണ്ടതില്ലാത്ത വിധം സുരക്ഷിതമായി നടക്കാൻ പറ്റുന്ന ഒരു കാലം എൻ്റെ ഉമ്മത്തിന് വരും. വലാകിന്നക്കും തസ്തഅജിലൂൻ, പക്ഷേ നിങ്ങളത് പെട്ടെന്ന് വേണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. നിങ്ങളത് വേഗമാവണം, ഇപ്പോഴാവണം, ഈ കൊല്ലം തന്നെ ശരിയാവണം എന്ന് പറയരുത്. അത് അള്ളാഹു നിശ്ചയിച്ചൊരു സമയത്ത് അള്ളാഹു ശരിയാക്കി തരും. ആ ഒരു പ്രവചനങ്ങളൊക്കെയാണ് ഹിജ്റയിലൂടെ പുലർന്നത് എന്ന് മനസ്സിലാക്കണം. നാളെ മുഹറം 9 നമുക്ക് നോമ്പെടുക്കൽ സുന്നത്തുള്ള ദിവസം. അത് കഴിഞ്ഞാൽ മുഹറം 10. ഇങ്ങനെ 2 സവിശേഷമായ 2 ദിവസങ്ങൾ, അല്ലെങ്കിൽ 9ഉം 10ഓ അല്ലെങ്കിൽ 10ഉം 11ഓ 3ഉം ഒരുമിച്ചോ ഒക്കെ നോമ്പെടുക്കാൻ പറ്റും. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവിൻ്റെ ഇബാദത്തുകളിൽ വളരെ ശ്രേഷ്ഠമായതാണത്. മക്കയിൽ നിന്ന് മദീനത്തേക്ക് വന്ന മുഹറം മാസത്തിലാണത് സംഭവിച്ചത് എന്നത് മുഹറവുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ വലിയൊരു അത്ഭുതമാണ്. നബിയുല്ലാഹി മൂസ ബിൻ ഇമ്രാൻ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്രായേൽ മക്കളെയും കൊണ്ട് ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് കടൽ കടക്കുന്ന നേരത്ത്, അഖബ ഉൾക്കടലാണ് അവർ അഖബയല്ല, സൂയസ് ഉൾക്കടലിൽ നിന്ന് മെഡിറ്ററേനിയനിലേക്കുള്ള ചാലാണ് നമ്മൾ ഈ സൂയസ് കനാൽ എന്ന് പറയുന്നത്. സൂയസ് ഉൾക്കടൽ, ആ ഉൾക്കടലിൻ്റെ ഇങ്ങ് അറ്റം, അതായത് ഏകദേശം സീനാ മരുഭൂമിയുടെ അങ്ങ് മൂലയിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടൽ കടന്നെത്തിയ സ്ഥലം. ആ സ്ഥലത്ത് അവർ വെള്ളത്തിലൂടെ സഞ്ചരിച്ച, അല്ലെങ്കിൽ വെള്ളം അല്ലാഹു തആല മാറ്റിക്കൊടുത്ത് കടലിലൂടെ വെള്ളം തൊടാതെ വറ്റിയതായിട്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമും ഇസ്രായേലി മക്കളും സഞ്ചരിച്ച ആ ഒരു യാത്ര, അത് നടന്നത് മുഹറത്തിലാണ്. ഫറോവ എന്ന വലിയ ഒരു ളാലിമിൽ നിന്ന്, ഒരു അക്രമിയിൽ നിന്ന് ഒരു ഉമ്മത്തിന് അല്ലാഹു മോചനം കൊടുത്തത് മുഹറത്തിലാണ്. അപ്പോൾ മുഹറം എന്നത് വിജയത്തിൻ്റെ ഒരു മാസമാണ്, വിജയം ആഘോഷിക്കുന്ന ഒരു മാസമാണ്. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മദീനയിലെത്തിയപ്പോൾ അവിടുത്തെ ജൂതന്മാർ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. അവരോട് ചോദിച്ചതാണ്, നിങ്ങളെന്തേ നോമ്പനുഷ്ഠിക്കാൻ കാരണം? തങ്ങൾ നോമ്പ് ചെയ്യാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ മദീനത്തേക്ക് വരുന്നതിന് മുമ്പേ ആഷൂറയിൻ്റെ നോമ്പെടുക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ സ്വഹാബിമാരെ കൊണ്ട് നോമ്പെടുപ്പിക്കുന്നത് മദീനയിലെത്തി ജൂതന്മാരുമായുള്ള ഈ ഒരു സംഭാഷണം കഴിഞ്ഞ്, നഹ്നു അഹഖു മിൻകും ബി മൂസാ നബി അലൈഹിസ്സലാമിനോട് നിങ്ങളെക്കാളും ബന്ധപ്പെട്ടത് ഞങ്ങളാണല്ലോ എന്ന് പറഞ്ഞാണ് നബി തങ്ങൾ നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരോട് ചോദിച്ചു, എന്തേ നിങ്ങൾ നോമ്പെടുക്കുന്നത്? അവർ പറഞ്ഞു, ഈ ദിവസമാണ് ഫറോവയെ അള്ളാഹു മുക്കിക്കൊന്നത്, ഈ ദിവസമാണ് ഞങ്ങളുടെ പ്രവാചകനെ അള്ളാഹു രക്ഷപ്പെടുത്തിയത്. ആ ഒരു സന്തോഷം ഞങ്ങൾ ആചരിക്കുകയാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട്. അതാണ് ഞങ്ങളുടെ ഈ നോമ്പ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞു, ഇന്ന് അത് 10ൻ്റെ അന്നാണ്, ഞങ്ങളാണ് നിങ്ങളെക്കാളും ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അവരാ പറഞ്ഞ വസ്തുത ശരിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വന്നു. അതുകൊണ്ടാണ് വഹി കൊണ്ടാണ് സ്ഥിരപ്പെടുക. ജൂതന്മാർ പറയുമ്പോഴേക്കും തങ്ങളെ സ്വീകരിക്കില്ല. പക്ഷെ അത് യാഥാർത്ഥ്യവുമായി യോജിച്ചു വന്നിട്ടുണ്ട് എന്ന് നബി തങ്ങൾക്ക് വഹി വരുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാരോട് പറയുന്നു, ഇതാ നമ്മൾ നോമ്പെടുത്തേക്കണം, അടുത്ത ഒരു വർഷം ഇൻഷാ അല്ലാഹ് ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ, ഞാൻ അടുത്ത ഒരു വർഷം കൂടെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 ഞാൻ നോമ്പെടുത്തിരിക്കും എന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അടുത്ത വർഷം തങ്ങൾ വഫാത്താവുകയാണ് ഉണ്ടായത്. അതായത് ഹിജ്റ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ്, ഹിജ്റ കഴിഞ്ഞ 10ാം അല്ലെങ്കിൽ 9ാം വർഷത്തിലാണ് ഈ സംഭവം നടക്കുന്നത് എന്നർത്ഥം. തങ്ങൾ ആഗ്രഹിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9 നോമ്പെടുക്കുക. ആ 9 ഈ താസിആണ്, താസുആ എന്ന് പറയുന്നത്. മുഹറത്തിൻ്റെ ആഷിർ എന്ന 10 ആഷൂറ എന്ന് പറയുന്നത്. മുഹറം 9 അല്ലെ മുഹറം 10. അള്ളാഹു നമുക്കൊക്കെ നോമ്പനുഷ്ഠിക്കാൻ തൗഫീക്ക് നൽകട്ടെ. പ്രയാസമൊന്നുമില്ലാത്തവർ, വെയിലത്ത് ജോലിയൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ
തീർച്ചയായും ആ നോമ്പിന് വേണ്ടി നിയത്ത് ചെയ്യാം. അള്ളാഹു സഹായിക്കട്ടെ. റമളാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സഹോദരിമാർക്ക് ഇത് ഖളാഊടെ നിയത്ത് ചെയ്താൽ ഖളാഉം കിട്ടും, സുന്നത്തും കിട്ടും, രണ്ടും കൂടെ കിട്ടും. അള്ളാഹു തആല നമ്മുടെ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ മാസം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയൊരു വിജയം, ഒന്ന് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെയും മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെയും, ഒന്ന് ഹിജറയാണ്, മറ്റൊന്ന് എക്സോഡസാണ്. എക്സോഡസ് എന്നാണ് അതിന് പറയുന്നത്. കടൽ മുറിച്ച് കടന്ന സംഭവത്തിന് ഈജിപ്തിലൂടെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഹോളി ലാൻഡ് യാത്ര പോയ ആളുകൾക്കൊക്കെ അത് കാണാൻ കഴിയും. ഉയൂൻ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തുണ്ടായ ഉറവ എന്ന് പറയുന്ന 3-4 കിണറുകളുള്ള സ്ഥലമുണ്ട്. നമ്മൾ സൂയസ് കനാലിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഫലസ്തീനിൽ നിന്ന് താബയിൽ നിന്ന് നമ്മൾ ഈജിപ്തിലേക്ക് പോകും. അബ്ദുറഹ്മാൻ തങ്ങൾ അവർ നല്ലൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. വേണമെങ്കിൽ ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയാൽ നമ്മളത് ശരിക്കും യാത്ര ചെയ്ത അനുഭവം കിട്ടും. ആ ഉയൂൻ മൂസ എന്ന് പറയുന്ന സ്ഥലമാണ് അതിൻ്റെ തൊട്ട്, അത് കടലിൻ്റെ കരയാണ്. അവിടെയുള്ള കടലാണ് സൂയസ് ഉൾക്കടൽ. ആ കടലിൻ്റെ ഭാഗത്തുകൂടെയാണ് മൂസാ നബി അലൈഹിസ്സലാം കടന്നു വന്നിരിക്കുക. കാരണം ആ ഒരു കരയിലൂടെ ഒരു 10-20 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ, അത്ര തന്നെ വരില്ല, അപ്പോഴേക്കും നമ്മൾ കരയിലേക്ക് എത്തും. അതായത് കരമാർഗം സീനായിൽ കിടക്കാൻ പറ്റും. അത് ഇങ്ങനൊരു വളഞ്ഞൊരു സ്ഥലമാണത്. അതായത് ഈ വളവിലൂടെയാണ് മൂസാ നബി അലൈഹിസ്സലാം വരേണ്ടിയിരുന്നത്. ഒരു 5-6 കിലോമീറ്റർ മൂസാ നബി അലൈഹി സ്വലാമിനെ തെറ്റിപ്പോയി. ഇടത്തോട്ട് നടക്കേണ്ടതിന് പകരം നേരെ ഫ്രണ്ടിലോട്ടായിപ്പോയി. അത് കടലിൻ്റെ മുമ്പിലേക്കാണ്. ഒരു ചെറിയ വീതി കുറഞ്ഞ കടലാണ്. എന്നാൽ കര കാണുന്നില്ല. കുറച്ചപ്പുറത്തെ സൂയസ് നഗരത്തിൻ്റെ മലകളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ഏതായിരുന്നാലും ആ ഒരു ഇടം എന്ന് അടയാളപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. ആ ഒരു വലിയ സംഭവത്തിൻ്റെ സാക്ഷ്യമാണ് മുഹറം 9ഉം 10ഉം എന്ന് പറയുന്നത്. വലിയ ഒരു ശത്രുവിൽ നിന്ന് നബിയുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു രക്ഷിച്ചത്. ആ ശത്രുവിനെ അള്ളാഹു തആല തടിയോടെ സൂക്ഷിച്ചു വെച്ചു. ഇന്നും സൂക്ഷിച്ച് കിടക്കുകയാണ് അവിടെ. അൽയൗമ നുനജ്ജീക ബിബദനിക് ലിതകൂന ലിമൻ ഖൽഫക ആയ. വിശുദ്ധ ഖുർആനിൻ്റെ വലിയൊരു പ്രഖ്യാപനമല്ലേ അത്. അത് ഇന്നും ലോകത്ത് പച്ചയായിട്ട് ഏത് യുക്തിവാദിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പരമമായ യാഥാർത്ഥ്യമാണ്. അൽ യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. ഫറോവേ, നിൻ്റെ ശരീരം ഞാൻ ഇന്ന് സൂക്ഷിച്ചു വെക്കാൻ പോവാണ്. ലിതകൂന ലിമൻ ഖൽഫക ആയ. നിൻ്റെ ശരീരം സൂക്ഷിച്ചു വെക്കുന്നത് എന്തിനാണെന്നറിയോ? നിൻ്റെ ശേഷം വരുന്നവർക്ക് നീ ഒരു പാഠമാവാൻ. അപ്പോൾ ശേഷം വരുന്നവർക്ക് പാഠമാവണമെങ്കിൽ ശേഷമുള്ളവർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ആൾ സുരക്ഷിതമായിരിക്കണം. ഇന്ന് ഈജിപ്തിൻ്റെ നാഷണൽ മ്യൂസിയത്തിൽ ഒരു 50 പൗണ്ട് എക്സ്ട്രാ ടിക്കറ്റ് എടുത്താൽ റോയൽ മമ്മി ഹാളിലേക്ക് കടന്നാൽ ഒരുപാട് 10, 17 അല്ലെങ്കിൽ 18 മമ്മിമാർ ഏകദേശം ഉണ്ടാവും. ചിലപ്പോൾ കുറച്ച് ആൾക്കാരെ പഠനത്തിന് കൊണ്ടുപോകും. എന്നാലും ഫറോവ എന്ന് അറിയപ്പെട്ട റംസീസ് 2ാമൻ്റെ ഡെഡ് ബോഡി ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. തലയിലൊക്കെ ഒരു മഞ്ഞ മുടിയായിട്ട് ഇപ്പോഴും അദ്ദേഹം അവിടെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു വലിയ അത്ഭുതമല്ലേ? 21ാം നൂറ്റാണ്ടുകാർക്ക് ഖുർആനെ മനസ്സിലാക്കാൻ ആയിരക്കണക്കിന് സംഭവങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷേ ഈ ഒരൊറ്റ സംഭവം മാത്രം പോരെ. അൽ യൗമ നുനജ്ജീക ബിബദനിക് ലിതകൂന ലിമൻ ഖൽഫക ആയ. ആ ഒരു ഒരു കടല് കൂടിച്ചേർന്ന് ആ വെള്ളത്തിൽ അള്ളാഹു മുക്കിക്കൊന്ന ഫറോവ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന അള്ളാഹുവിൻ്റെ റസൂലിന് കിട്ടിയ രക്ഷയും, മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ അന്ധമായിട്ട് അനുസരിച്ചു എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ പാഠം നമ്മൾ പഠിക്കാനുള്ളത്. അതാണ് ഖുർആനിൻ്റെയും ഹദീത്തിൻ്റെയും വിഷയങ്ങളിൽ പലർക്കും തെറ്റുപറ്റുന്നതും അവിടെയാണ്. പല വിഷയങ്ങളും നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കും. എന്തുകൊണ്ടെന്നാൽ 99% സത്യമായ ചില വിഷയം 1% നമുക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിലും നമ്മൾ എന്താ മനസ്സിലാക്കുക? 99 ശരിയെങ്കിൽ ഇതും ശരിയെന്ന് ഉറപ്പ് തന്നെയല്ലേ. സാധാരണക്കാർക്ക് അങ്ങനെ പറയാൻ പറ്റൂ, അങ്ങനെ മനസ്സിലാക്കാൻ പറ്റൂ. ഖുർആനെ പറ്റിയും ഹദീത്തിനെ സംബന്ധിച്ചും അത് 100% ശരി തന്നെയാണ് എന്ന് പഠിച്ച ആളുകൾക്ക് മനസ്സിലാവും. പഠിക്കാത്തവർ ഏതെങ്കിലും സാമ്പിളുകളെ അവർക്ക് എടുക്കാൻ പറ്റൂ. കാരണം പച്ചക്കറി നടത്തുന്നവർ, ഫിഷ് ബിസിനസ് നടത്തുന്നവർ, അരിക്കച്ചവടം നടത്തുന്നവർ, കഫ്തീരിയ നടത്തുന്നവർ, ഇവർക്കൊക്കെ ഖുർആൻ പഠിക്കാൻ സമയം കിട്ടുമോ? ഇല്ലല്ലോ. അവർക്കറിയുന്ന കുറച്ച് നാമ്പുകൾ ഓരോരുത്തർക്കും ടേസ്റ്റ് ചെയ്യാൻ കഴിയുന്ന വിധം അല്ലാഹു തആല മുഅ്ജിസാത്തുകളെ ഓരോരുത്തരുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്നത് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ അത്ഭുതം. ഖുർആനെ സംബന്ധിച്ചൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വിവരമില്ലാത്ത കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് ഖുർആനിൽ എന്തൊക്കെയാണ് പറഞ്ഞാൽ കോൺട്രഡിക്ഷൻസ് ഉണ്ട് എന്നൊക്കെ. ഭയങ്കര അത്ഭുതമാണ്. ഇതൊക്കെ പറയാൻ ഭയങ്കര ധൈര്യം വേണം. അല്ല, ഒരു മുൻഷി പറഞ്ഞത് ഖുർആൻ ഞാൻ ഉണ്ടാക്കിക്കോളാം, ഒരു ഖുർആന് പകരം ഒരു കിതാബ് നിങ്ങൾ കൊണ്ടുവരൂ എന്നാണ് പറഞ്ഞത്. അത് ഞാൻ ഉണ്ടാക്കിക്കോളാം വെല്ലുവിളിച്ചിട്ട് ഒരു മുൻഷി തയ്യാറായിട്ടുണ്ട്. അത്തരം മുൻഷിമാരൊന്നുമില്ല. ഖുർആനിൻ്റെ അനന്തരാവകാശ നിയമങ്ങൾ അതുപോലൊരു ആയത്തുണ്ടാക്കി കൊണ്ടുവന്നോട്ടെ, ഇത് മാത്രം മതി. ലൈഫ് ടൈം അധ്വാനിച്ചാലും കിട്ടൂല. ഖുർആൻ്റെ പ്രത്യേകത ഗദ്യവും പദ്യവുമല്ലെന്നാണ്. ഇറ്റ്സ് നീദർ പ്രോസ് നോ പോയട്രി. ഖുർആൻ കാവ്യമല്ല. കാവ്യത്തിന് ചില നിയമങ്ങളുണ്ട്.
കവിതകളുടെ സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറിൽ വെച്ച് നോക്കിയാൽ കവിതയാണോ അല്ലേ എന്ന് മനസ്സിലായി. അതിനാണ് ഇൽമുൽ അറൂദ് എന്ന് പറയാം. ഇൽമുൽ അറൂദിൻ്റെ നിയമങ്ങൾക്ക് ബാധകമാണെങ്കിൽ ആ ഇൽമുൽ അറൂദുമായിട്ട് യോജിച്ച് വരുന്നുണ്ടോ അത് കാവ്യമാണ്. പക്ഷെ ഖുർആൻ കാവ്യമല്ല. എന്നാലോ ഗദ്യമാണോ? ഗദ്യവുമല്ല. എന്നാൽ കാവ്യം പോലെ പാടുകയല്ല, അത് ഓതാൻ കഴിയും, പാരായണം ചെയ്യാൻ കഴിയും. അപ്പോൾ പാരായണം ചെയ്യാൻ കഴിയുന്ന പദ്യവും ഗദ്യവുമല്ലാത്ത ആശയസമ്പുഷ്ടമായത് നമ്മുടെ കേരളത്തിലെ മനുഷ്യക്ക് എവിടെ നിന്ന് കിട്ടാനാണ്? പക്ഷെ അവരൊന്ന് പരിശ്രമിച്ച് നോക്കിക്കോട്ടെ. അവർ പറയുന്നത് തയ്യാറുണ്ടോ എന്ന് ഞാൻ ഇവിടുന്ന് പറയാണ്. അങ്ങനെ ആരെങ്കിലും അത് അറിയുകയാണെങ്കിൽ അവരോടൊന്നുമില്ല. ഖുർആൻ പറഞ്ഞ അനന്തരാവകാശ നിയമങ്ങൾ അത് മൂപ്പരുടെ ഭാഷയിൽ, മൂപ്പർക്കറിയുന്ന ഒരു ഖുർആനെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരു ഭാഷയിൽ ഒന്ന് എഴുതിണ്ടാക്കട്ടെ. എന്നിട്ട് നമുക്ക് ജഡ്ജിമാരൊക്കെ വെച്ച് നോക്കാമല്ലോ പറ്റോ ഇല്ലേന്ന്. അത് ഗദ്യമാവരുത്, പദ്യവുമാവരുത്, പാരായണം ചെയ്യാൻ കഴിയുന്നതാവണം. ഇമ്പോസിബിൾ. ലൈഫ് ടൈം ഇരുന്നാൽ കിട്ടൂല. പക്ഷെ ഇതെന്താണെന്ന് മനസ്സിലാക്കാത്തവരാണ് ഈ സംഭവത്തിന് ഒരുങ്ങുക. അപ്പോൾ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനല്ലേ, കോടിക്കണക്കിന് ആളുകളുടെ ബുദ്ധിയെ എന്താ പറയുക, ബെവിൽഡറിങ്, എന്താണിത് എന്ന് അത്ഭുതപ്പെട്ടു പോകുന്ന അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. അത് പരിഭാഷ വായിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. അത് ഖുർആന് മനസ്സിലാക്കേണ്ടത് അറബിയിലാണ്, ബിലിസാനിൻ അറബിയിൻ മുബീൻ. പിന്നെന്താ, അതുമിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്. അള്ളാഹു ചോദിക്കുകയാണ്, ഈ ഗ്രന്ഥത്തിൻ്റെ ചിലത് നിങ്ങൾ എടുക്കുകയും ചിലതിനെ മറച്ചു വെക്കുകയും ചെയ്യരുത്. ഖുർആൻ യു ടേക്ക് ഇറ്റ് ആസ് എ ഹോൾ. ഖുർആൻ മുഴുവനായിട്ട് പഠിക്കണം. അപ്പോഴേ ഖുർആന് മനസ്സിലാവും. ഒരു ഭാഗം എടുത്തു മറ്റേ ഭാഗം മനസ്സിലാവും. ഏതാണിതിൻ്റെ തല, ഏതാണിതിൻ്റെ വാല്, ഇത് മനസ്സിലാവില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ ഒരു ഗ്രന്ഥത്തൊക്കെയാണ് എത്ര സിമ്പിളായിട്ട് അള്ളാഹു കഞ്ചാവാന്നൊക്കെ പറയണത്. സുബ്ഹാനല്ലാഹ്. കബുറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം. അവരുടെ വായിലൂടെ വരുന്ന ഈ വാക്കൊക്കെ എത്ര വലുതാണ്. അതിനൊക്കെ പടച്ച തമ്പുരാൻ്റെ മീസാനിലേക്ക് എത്തുമ്പോൾ ഈ ചിരിയും കയ്യടിയൊന്നും അവിടെ കിട്ടൂല. അതൊക്കെ ഒന്ന് ഇരുന്ന് മനസ്സിലാക്കിയാൽ തിരിയുന്ന വിഷയം. ആരെങ്കിലും തരുന്ന കാശിന് വേണ്ടിയിട്ടോ ആരുടെയെങ്കിലും സഹായം ആവശ്യമായിട്ടോ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ കുതിര കയറാൻ കുറേ ആൾക്കാർ മുമ്പ് വന്നിട്ടുണ്ട്. അവരൊക്കെ മിസറബിളി ഫെയിൽഡ്. അതൊക്കെ നല്ലതാണ്. ഖുർആനെ സംബന്ധിച്ച് ചർച്ച വരാൻ നല്ലതാണ്. സുബ്ഹാനല്ലാഹ്. വളരെ പരിഹാസ്യമായിട്ട് തോന്നുകയാണ്. വലിയ വെല്ലുവിളിയാന്ന് വിചാരിക്കും. പച്ച നുണകളാണ് ഈ പറയുന്നത് മുഴുവനും. അതാണ് ഇതിൽ അത്ഭുതം. ഈ ബുഖാരി എന്ന് പറഞ്ഞിട്ട് പറയുന്നത് പോലും നുണയാണ്. ബുഖാരി ഇല്ലാത്ത സംഭവങ്ങളാണ് പറയുന്നത്. അപ്പോൾ അത്രയും, അല്ലെങ്കിൽ ബുഖാരിയുടെ വ്യാഖ്യാനം എന്താണ്, അതിൻ്റെ വിഷയം എന്താണെന്ന് മനസ്സിലാക്കാതെ പച്ച തോന്നിയ പോലെ അങ്ങ് വ്യാഖ്യാനിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഖബുറത് ഖലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഖബുറത് ഖലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം. അവരുടെ വായിലൂടെ വരുന്ന വാക്കിന് എന്തോ ഒരു ഇത്ര വലിയ വാക്കുകളായി പറയുന്നത് എത്ര ഗൗരവമുള്ളതാണ്. യാ അല്ലാഹ്, അള്ളാഹുവർക്കൊക്കെ ഹിദായത്തിലേക്ക് തിരിച്ചു വരാനുള്ള സൽബുദ്ധി കൊടുക്കട്ടെ. കാരണം ഇങ്ങനെയൊക്കെ മരിച്ചുപോയാൽ എന്താണ് അവസ്ഥ? പിന്നെ തിരിച്ചു നടക്കാൻ കഴിയില്ലല്ലോ. അള്ളാഹു സൽബോധം കൊടുക്കട്ടെ. ഒന്നിരുന്ന് പഠിച്ചാൽ തീരാവുന്ന വിഷയമുള്ളൂ അത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു മുഅ്ജിസത്ത് കൂടിയാണ് ഈ മുഹറത്തിൽ നമ്മൾ ഓർക്കുന്നത്. ഫറോവയുടെ ഡെഡ് ബോഡി അള്ളാഹു സൂക്ഷിച്ചു വെക്കുമെന്ന് പറഞ്ഞത്. ഒരറിയിപ്പ് നമ്മുടെ മവാഖിഫ് അവിടെ ഫൈൻ എഴുതുന്നുണ്ടെന്ന് പറഞ്ഞത്. എന്ത് ചെയ്യുക, ഫൈനിട അത് ടിക്കറ്റ് ഇടാത്തവർ ടിക്കറ്റ് ഇട്ടേക്കണം. റെസിഡൻഷ്യൽ പാർക്കിങ്ങിലല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അബുദാബിയിൽ അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പക്ഷേ നമ്മുടെ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ഈ ലൈനിൽ റെസിഡൻഷ്യൽ അല്ലല്ലോ. ഈ സൈഡ് ആണോ? അല്ല. അപ്പോൾ ഏതായിരുന്നാലും രണ്ട് വിജയമാണ് ഈ മുഹറത്തിലൂടെ നമ്മൾ ആചരിക്കുന്നത്. ഒന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഅ്റാജ്, ഹബീബിൻ്റെ ഹിജ്റയുടെ, മറ്റൊന്ന് നബിയുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുഅ്ജിസത്തായ ഫൽഖുൽ ബഹർ, സമുദ്രം പിളർന്ന മഹാത്ഭുതത്തെ. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിൻ്റെ ഓരോ വർഷവും ആരംഭിക്കുന്നത് ഒരു പുതിയ വിജയത്തിൻ്റെ ഒരു ഭാവി നമ്മുടെ മുമ്പിലേക്ക് കിടക്കുകയാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉമ്മത്തു തഫാഉലിൻ, നമ്മൾ ശുഭപ്രതീക്ഷയുടെ ഒരു ഉമ്മത്താണ്. നമ്മൾ വെറുതെ ഇങ്ങനെ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ഈ ഉമ്മത്ത് അതൊക്കെ തരണം ചെയ്യും. അതാണ് ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകത. ഈ ഉമ്മത്തിനെ ഇല്ലായ്മ ചെയ്യാൻ ആരെക്കൊണ്ടും കഴിയില്ല. അതൊക്കെ വൃഥാവിൽ അങ്ങ് ആലോചിച്ച് പൈശാചികമായ ചിന്തകളൊക്കെ തലയിൽ കയറുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. അതൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ ഉമ്മത്തിനെ നിഷ്കാസനം ചെയ്യാൻ കഴിയില്ല. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അത് അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെയാണ്. ലോക ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. എവിടെയൊക്കെ അടിച്ചൊതുക്കിയിട്ടുണ്ടോ അതിനെ ഡബിൾ അങ്ങ് അത് ആളിപ്പടരും. അതാണ് ഈ ഉമ്മത്തിൻ്റെ ഇധർ ഡൂബേ ഉധർ നിക്കലെ, ഉധർ ഡൂബേ ഇധർ നിക്കലെ. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഈ ഉമ്മത്തിനുണ്ടായിരിക്കണം. നമ്മൾ എന്ത് ചെയ്യരുത്, നിരാശരായി പോകരുത്.
ലോകത്തൊരു ചുക്കും നടക്കാൻ പോകുന്നില്ല. ഞാനൊക്കെ എന്തൊക്കെ ബഹളങ്ങളും ഒച്ചപ്പാടുകളും ഉണ്ടാക്കിയാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഇത് വിശ്വസിക്കുന്ന ഒരു ഉമ്മത്തിനെ അല്ലാഹു തആല കൈവിടിയൂല. അൻതുമുൽ അലൗന വ അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾക്ക് ഈമാനുണ്ടോ നിങ്ങളാണ് ഉയർന്നവർ, നിങ്ങളാണ് ഉന്നതർ, നിങ്ങൾക്കാണ് അല്ലാഹു ഔന്നിത്യം നൽകുന്നത്. ഈമാൻ വിട്ട് കളിക്കരുത്. യുക്തിവാദത്തിലേക്കോ നിരീശ്വരവാദ ചിന്തകളിലേക്കോ നിങ്ങൾ പോകരുത്. ഈമാനിൽ അടിയുറച്ചു നിന്നാൽ നിങ്ങളെ ഞാൻ സംരക്ഷിക്കുമെന്ന് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മെഹറാജിന് ഹിജ്റക്ക് പോകുന്ന ആ ഒരു സമയം, മെഹറാജ് കഴിഞ്ഞ ഉടനെയാണ്. മെഹറാജിൻ്റെ റജബ് കഴിഞ്ഞ് പിറ്റത്തെ റബീഉൽ അവ്വലിലാണ് ഹിജ്റ നടക്കുന്നത്. അതാണ് മെഹറാജും ഹിജ്റയും തമ്മിലൊരു ബന്ധമുണ്ട്. മെഹറാജിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബീബിലേക്ക് മഹബൂബിലേക്ക് പോയ യാത്രയാണ് മെഹറാജ് എന്ന് പറയുന്നത്, അല്ലേ? റഹേയിക്ക് ഗാം ഹേ ഹിമ്മത്ത് കെ ലിയേ അർശേ ബരീൻ കഹ് രഹി ഹേ മുസൽമാൻ സെ മെഹറാജ് കി രാത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയിൽ ജീവിക്കാനും താമസിക്കാനും ഇസ്ലാമിക പ്രബോധനം ചെയ്യാനും കഴിയാതെ വന്നപ്പോൾ നബിയെ അങ്ങ് ഇങ്ങോട്ട് പോരിൻ എന്ന് പറഞ്ഞ് അള്ളാഹു കൊണ്ടുപോയതാണ് മെഹറാജ്. ആകാശലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ കൊണ്ടുപോയത് എന്തിനാണ്? ആശ്വസിപ്പിക്കുക. നമ്മളൊക്കെ പറയില്ലേ, വിഷമുണ്ടാകുമ്പോൾ നിങ്ങളുടെ കാര്യപ്പോര്, ഒരു വിസിറ്റ് അങ്ങ് പോര്, കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആയിട്ട് തിരിച്ചു പോയേക്കാം, അല്ലെങ്കിൽ കുറച്ച് നേരം എൻ്റെ അടുത്ത് വന്ന് താമസിച്ചോ. നമ്മളൊരു ആശ്വാസത്തിന് ഒരാൾ അരികത്തേക്ക് വിളിക്കുന്ന പോലെ ആ ഒരു ആശ്വാസത്തിന് അള്ളാഹുവിൻ്റെ ഹബീബിനെ അള്ളാഹുവിൻ്റെ ഹദറത്തിലേക്ക് അള്ളാഹു കൊണ്ടുപോയത് മെഹറാജ്. ആ മെഹറാജ് കഴിഞ്ഞ് ഇതാ നബിയെ അങ്ങയെ ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്, അങ്ങ് വിഷമിക്കരുത്, അങ്ങയെ പൊന്നുപോലെ നോക്കാൻ കഴിയുന്ന ഒരു കൂട്ടം ആളുകളെ ഞാൻ തയ്യാറ് ചെയ്ത് വെച്ചിട്ടുണ്ട് നബിയെ. അവരാണ് മദീനക്കാർ, അവരാണ് അൻസ്വാരികൾ. വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم والذين تبوأوا الدار والإيمان من قبلهم ويحبون അവരിലേക്ക് കടന്നു വന്ന ആളുകളെ സ്വീകരിക്കുകയും അവരുടെ സമ്പത്തും അവരുടെ സമ്പാദ്യവും അവരുടെ കുടുംബവും എല്ലാം സുഹൃത്തുക്കൾക്ക് വേണ്ടി മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്ത മുഅ്മിനീങ്ങളായ മദീനക്കാരായ ആളുകൾ, അൻസ്വാരികൾ. നബി തങ്ങൾ അതുകൊണ്ടാണ് അവരെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻസ്വാരികളെ അന്നാസു ഷിആറും വൽ അൻസാറു ദിഥാർ, അല്ലെങ്കിൽ അന്നാസു ദിഥാറും വൽ അൻസാറു ഷിആർ. ജനങ്ങളൊക്കെ ശരീരത്തിൽ തട്ടി നിൽക്കുന്ന വസ്ത്രം പോലെയാണെങ്കിൽ നിങ്ങൾ മേൽവസ്ത്രമാണ്. ലൗ സലക്കന്നാസു ശഅബൻ വസലക്കൽ അൻസാറു ശഅബൻ ലസലക്തു ശഅബൽ അൻസാർ. ജനങ്ങളൊക്കെ ഒരു മലഞ്ചെരുവിലേക്കും അൻസ്വാരികൾ മാത്രം മറ്റൊരു മലഞ്ചെരുവിലേക്കും പോയാൽ ഞാൻ അൻസ്വാരികളുടെ ആ ചെരുവിലാണ് പോയി താമസിക്കുക എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗലൽ ഹിജ്റ ലകുൻതു ഇംറഅൻ മിനൽ അൻസ്വാർ. ഹിജ്റ ഇല്ലായിരുന്നെങ്കിൽ മക്കക്കാരനായി ജനിക്കുകയും മക്കയിൽ നിന്ന് മദീനത്തേക്ക് വരികയും ചെയ്യണമെന്ന് അള്ളാഹു നിശ്ചയിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീനക്കാരനായി ജനിക്കുമായിരുന്നു എന്നാണ് അതിനർത്ഥം. ലൗലൽ ഹിജ്റ ലകുൻതു ഇംറഅൻ മിനൽ അൻസ്വാർ ലകുൻതു റജുലൻ മിനൽ അൻസ്വാർ. അങ്ങനെയൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. ഹിജ്റ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അൻസ്വാരിയായിട്ട് ജനിക്കുമായിരുന്നു എന്നതിനർത്ഥം. അത്രയും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവന തുല്യം സ്നേഹിച്ച ആളുകൾ. തങ്ങൾ വന്നോളൂ നബിയെ, അങ്ങയുടെ മദീനയാണ്. അതുകൊണ്ടാണ് മദീന എന്ന് പറയുന്ന വാക്കിൻ്റെ മുഴുവൻ പേര് മദീനത്തുൻ നബി. റസൂലുള്ളാഹി തങ്ങളുടെ മദീന, അത് തങ്ങളുടെ പട്ടണമാണ്. അങ്ങനെ ഉണ്ടോ? നമ്മൾ ഒരു നാട്ടുകാർ ആ നാട്ടിലേക്കൊരു അതിഥിയെ വിളിച്ചിട്ട് പറയാ, ഇത് ഞങ്ങളുടെ, ഇത് നിങ്ങളുടേതാണ്, മദീനത്തുൻ നബി, ഇത് ഹബീബെ അങ്ങയുടെ മദീനയാണ് എന്ന് പറഞ്ഞ് നബി തങ്ങളെ ഏൽപ്പിച്ചതാണ് ഹിജ്റ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിന് ആകാശലോകത്തേക്ക് ഭൂമിയിലെ ഏറ്റവും നല്ല അഫ്ളലുൽ ബിഖാഇലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിലൂടെ തങ്ങളുടെ ശരീരം സ്വീകരിക്കാൻ പോകുന്ന ഒരു മണ്ണിലേക്ക്, ആ ഒരു മദീനയിലേക്ക് ഹബീബിനെ അള്ളാഹു കൊണ്ടുപോയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രണ്ടും നടന്ന മുഹറമാണിത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ചരിത്രത്തിൻ്റെ എല്ലാവിധ സുഹൃതങ്ങളും സമ്മേളിക്കുന്ന ഒരു മുഹൂർത്തമാണ് ഈ മുഹറം മാസം എന്ന് പറയുന്നത്. എല്ലാവിധ നന്മകളും ഒത്തുചേർന്നിരിക്കുകയാണ്. ആ ഹിജ്റ കഴിഞ്ഞ ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ്? ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. പരിശുദ്ധമായ ഹിജ്റ കഴിഞ്ഞ് നബിതങ്ങൾ, ഇപ്പോൾ ഹിജ്റയാണല്ലോ മുഹറത്തിൻ്റെ അടിസ്ഥാനം. ആ ഒരു പരിശുദ്ധമായ ഹിജ്റ കഴിഞ്ഞ ഉടനെ മദീനയിൽ നടന്നത് മസ്ജിദിൻ്റെ നിർമ്മാണമാണ്. നമ്മൾ ആലോചിക്കണം. അത്
ഒരു മസ്ജിദിൻ്റെ നിർമ്മാണമാണ് അവിടെ നടന്നത് എന്നത് വലിയൊരു അത്ഭുതമാണ്. ഒരു മസ്ജിദിൻ്റെ നിർമ്മാണം. സുബ്ഹാനല്ലാഹ്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ. ഹിജ്റയുടെ ഡേ 1 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞെടുത്ത് 1-3 കാരണം അത് റബീഉൽ അവ്വലാണ്. 1301 അതായത് ഹിജ്റ 1. ഹിജ്റ 1 എന്ന് പറഞ്ഞാൽ 1 മുതൽ 100 വരെ ഹിജ്റ 1 എന്നാ കൂട്ടുക അല്ലേ? 1-ാം നൂറ്റാണ്ടാണ് ഹിജ്റ 1 0. അപ്പോൾ ഹിജ്റയുടെ 01 ഹിജ്റയുടെ 1-ാം വർഷത്തിലെ 3-ാമത്തെ മാസം, അവിടെ ഹിജ്റ വർഷത്തിലെ 3-ാമത്തെ മാസം, അതായത് റബീഉൽ അവ്വൽ, അതിലെ ഡേറ്റ് 1 എന്ന് പറയുന്നത് മസ്ജിദ് ഖുബാഇൻ്റെ ശിലാസ്ഥാപനം നടന്ന ദിവസമാണ്. ആദ്യമായിട്ട് മദീനയിൽ ചെന്ന് നടന്നപ്പോൾ, മദീനയിൽ ചെന്ന ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത് തങ്ങളുടെ പ്രവർത്തനം മസ്ജിദാണ്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ, ദ ഫസ്റ്റ് ഡേ. നബി തങ്ങൾ കാലെടുത്ത് വെച്ച ആദ്യ ദിവസം സ്ഥാപിക്കപ്പെട്ട പള്ളി അതാണ് മസ്ജിദ് ഖുബ. ആ ഖുബായിലേക്ക് നബി തങ്ങൾ നടന്നു ചെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ശനിയാഴ്ചയും അവിടെ ദുഹാ നിസ്കാരത്തിന് വേണ്ടി തങ്ങൾ പോകാറുണ്ടായിരുന്നു എന്ന ഹദീസിൽ കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഉംറക്കൊക്കെ പോകുമ്പോൾ ശനിയാഴ്ച മദീനയിലെ സിയാറക്കൊക്കെ വലിയ തിരക്ക് കാണും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബിൻ്റെ ചര്യയായിരുന്നു, സുന്നത്താണ്. തങ്ങൾ ശനിയാഴ്ച ദിവസം തങ്ങളുടെ മദീനത്തുൻ നബിയിൽ നിന്ന് മസ്ജിദുൻ നബവിയിൽ നിന്ന് തങ്ങൾ നടന്നു വന്നിട്ട് അവിടുന്ന് തങ്ങൾ ളുഹാ നിസ്കരിച്ചു കൊണ്ടുപോകാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു നിർണായകമായ സംഭവം നടന്നതും ഹിജ്റയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ സംഭവം അതാണ്. അപ്പോൾ നമ്മുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്താണ്? നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധമാണ്. അതന്നെ അതിൻ്റെ പ്രശ്നം. നമ്മളും റബ്ബും തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധം നമ്മൾ ശരിക്കും ഊട്ടി ഉറപ്പിക്കുക. മദീനയുടെ 10 വർഷമാണ് ഇസ്ലാമിക ലോകത്തിൻ്റെ വിജയം നിർണയിച്ചത്. നമ്മൾ ആലോചിക്കണം. ആ ഒരു 10 വർഷം കൊണ്ടാണ് ലോകത്തിൻ്റെ മുക്കുമൂലകളിലേക്ക്, ഈജിപ്തിലേക്ക് മുഖൗഖിസ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് സ്വഹാബിമാർ പോകുന്നത്, കിസ്റയുടെ കൊട്ടാരത്തിലേക്ക്, കിസ്റ ബിൻ ഹുർമുസിൻ്റെ കൊട്ടാരത്തിലേക്ക് സ്വഹാബിമാർ പോകുന്നത്. അതോടൊപ്പം തന്നെ മലിക്കുൽ ബഹ്റൈൻ അഹ്സാഇൻ്റെ, സൗദി അറേബ്യയിലെ അഹ്സാഇൻ്റെ രാജാവ്, ഖസാസിനുകളുടെ രാജാവ്, അവരുടെ മുമ്പിലേക്ക് സ്വഹാബിമാർ ചെല്ലുന്നത്, റോമൻ ഭരണാധികാരിയുടെ തലവനായ ഭരണാധികാരിയായിരുന്ന ഹിറക്കലിൻ്റെ കൊട്ടാരത്തിലേക്ക് സ്വഹാബിമാർ ഹബീബിൻ്റെ കത്തുമായി ചെല്ലുന്നത്. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്, അതിൻ്റെയൊക്കെ വിജയം കണ്ടത്, ആ യാത്ര നടന്നത്, അതിൻ്റെ വിജയം കണ്ടത് എല്ലാം മദീന കാലഘട്ടത്തിലാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ 10 വർഷം. ആ ഒരു 10 വർഷം കൊണ്ടാണ് ലോകത്തിൻ്റെ മുക്കുമൂലകളിലേക്ക് ഈ ദീൻ പരക്കുന്നത്. അസ്ലിം തസ്ലം, അസ്ലിം യുഅ്തികല്ലാഹുൽ അജ്റ മർറതൈൻ. ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കത്തിൻ്റെ വരികളാണത്. രാജാക്കന്മാർക്ക് അയച്ചു കൊടുത്ത കത്തിൻ്റെ സംക്ഷിപ്തമാണ്. സലാമുൻ അല മനിത്തബഅൽ ഹുദ, സന്മാർഗം സ്വീകരിച്ചവർക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ. സലാമുൻ അല മനിത്തബഅൽ ഹുദ. അമുസ്ലിമീങ്ങളായ രാജാക്കന്മാർക്ക് തങ്ങൾ കൊടുത്തയച്ച കത്താണത്. എന്നിട്ട് പറഞ്ഞു, അസ്ലിം തസ്ലം, നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിച്ചുകൂടെ, അത് നിങ്ങളുടെ വിജയത്തിൻ്റെ വഴിയായിരിക്കും. അസ്ലിം യുഅ്തികല്ലാഹുൽ അജ്റ മർറതൈൻ. ക്രിസ്ത്യാനികളും ജൂതന്മാരുമായ ആളുകളോട് നബി തങ്ങൾ അങ്ങനെ പറയാം, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 പ്രതിഫലമുണ്ട്. ഒന്ന്, നിങ്ങൾ ഈസാ നബിയെ വിശ്വസിച്ചതിൻ്റെ കൂലി, അല്ലെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാമിനെ പിൻപറ്റിയതിൻ്റെ കൂലി. മറ്റൊന്ന്, അന്ത്യപ്രവാചകനായ എന്നെ പിൻപറ്റിയതിൻ്റെ കൂലിയും. അങ്ങനെ 2 പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. ഒന്നുകിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇസ്ലാമും അത് കാരണം കൂടെയുള്ള മുഴുവൻ ആളുകളും ഇസ്ലാം സ്വീകരിക്കും. ഇതിൻ്റെയും 2 പ്രതിഫലവും നിങ്ങൾക്കാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞ് വളരെ ബ്രീഫ്, ഷോർട്ട് ആൻഡ് സ്ട്രൈറ്റ് ടു ദ പോയിന്റ് തങ്ങൾ അങ്ങനെ പറയാം, അസ്ലിം തസ്ലം. എത്ര വലിയ മനോഹരമായ വാക്കുകളാണത്. ഇസ്ലാം സ്വീകരിച്ചൂടെ, നിങ്ങൾക്ക് വിജയത്തിൻ്റെ വഴി ലഭിക്കും. അസ്ലിം യുഅ്തികല്ലാഹുൽ അജ്റ മർറതൈൻ. നിങ്ങൾക്ക് റബ്ബിൻ്റെ പ്രതിഫലം വേണ്ടേ? തങ്ങൾ എന്താ പറയുന്നത്? ഇസ്ലാം സ്വീകരിച്ചാൽ ഞാൻ വീട് വെച്ചരാന്നല്ല, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചാൽ ഞാൻ നിങ്ങൾ ഗിഫ്റ്റ് തരാമെന്നല്ല. അസ്ലിം യുഅ്തികല്ലാഹുൽ അജ്റ മർറതൈൻ. നിങ്ങൾക്ക് കൂലി ആര് തരും? അള്ളാഹു തരും. അതുകൊണ്ടാണ് നബിയുടെ ദഅവത്തിനെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ പുകമറ സൃഷ്ടിക്കുന്ന ആളുകൾ ഒരൊറ്റ കാര്യം മനസ്സിലാക്കണം. മുത്തുനബി തങ്ങൾ ലോകത്തോടെ വിട പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഹബീബ് കോടീശ്വരനല്ല. തങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെ ജീവിതത്തിൽ, തങ്ങളുടെ വിവാഹ ജീവിതത്തിൻ്റെ കഥ എന്താണെന്ന് മനസ്സിലാവാത്തവർ, അത് മാത്രം പിടിച്ചു നിൽക്കല്ലേ, എന്തെല്ലാം കോടിക്കണക്കിന് സംഭവങ്ങൾ ഹബീബിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി. അതൊക്കെ എന്താ ചേർത്ത് വായിക്കാത്തത്?
ഇങ്ങനെയൊക്കെ ഈ ഉമ്മത്തിന് ധർമ്മം പഠിപ്പിച്ചു കൊടുത്ത അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഐഹികമായ ലാഭത്തിന് വേണ്ടിയാണെങ്കിൽ അവിടെ പുകയുയരാത്ത ദിവസങ്ങളുണ്ടായില്ലേ, മാസങ്ങളുണ്ടായില്ലേ? ആ വീട്ടിൽ നിന്ന് ഹബീബ് യാത്ര പറഞ്ഞ് ഭൂമിയിൽ നിന്ന് ഭൂമിക്കുള്ളിലേക്ക് നബിതങ്ങൾ യാത്ര തിരിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ ഹദറത്തിലേക്ക് പോകുമ്പോൾ അവിടുന്ന് നബിതങ്ങളുടെ വീട്ടിൽ ഒന്നുമില്ല, ബാർലിയുടെ ഒരു കീസാണുള്ളത്, അല്ലേ? അങ്ങനെയാണോ തട്ടിപ്പ് നടത്തുന്ന ആളുകൾ ചെയ്യാറുള്ളത്? അങ്ങനെയാണോ ദുന്യവിയായ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ ചെയ്യാറുള്ളത്? അങ്ങനെയാണോ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങുന്നവർ ചെയ്യുന്നത്? അഷ്റഫുൽ ഖൽഖ് എന്താ പറയുക? ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്, നിങ്ങൾക്ക് ഞാൻ ദീൻ പഠിപ്പിച്ചു തരുന്നതിൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അരികത്ത് ഞാൻ വാങ്ങിക്കൊള്ളാം. എല്ലാ നബിമാരും അതാ പറയാം. ഹബീബിൻ്റെ കൂടെ കൂടിയ ആളുകളോട് മുഴുവൻ തങ്ങളതാ പറയാം, നിങ്ങൾക്ക് പ്രതിഫലം അള്ളാഹു തരും. നിങ്ങളെ അള്ളാഹുവിൻ്റെ നരകത്തിന് രക്ഷപ്പെടുത്താനും നിങ്ങൾക്ക് സ്വർഗം ലഭിക്കാനുമാണ് നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കേണ്ടത്. ആ ഒരു വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടന്നത്, അതിൻ്റെ വിജയം വളരെ വളരെ കാട്ടുതീ പോലെ പടർന്നത് ഹിജറയ്ക്ക് ശേഷമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്കുള്ള കാൽവെപ്പിന് ശേഷം തോല അൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈന മാ ദഅ ലില്ലാഹി ദാഇ. നമുക്കൊന്ന് പാടി നോക്കല്ലേ? നമ്മൾ പാടുന്ന അറിയുന്ന വരികളാണത്, എപ്പോഴും നമ്മൾ പാടുന്നതാണ്. എന്നാലും അത് മുഹറത്തിലാണ് ആ ഒരു റബീഉൽ അവ്വലിൽ മുത്തുനബി തങ്ങളുടെ ഹിജറ നടന്ന സമയത്തല്ലേ അവർക്കിത് പാടിയത്. മദീനയിലെ 10-60,000-ഓളം വരുന്ന ആളുകൾ ഹബീബിനെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ കാത്തു നിൽക്കുകയും വെയിലിൽ അതൊരു ജൂൺ ദിവസമായിരുന്നു, ജൂൺ കാലാവസ്ഥയിലാണ്, ജൂൺ മാസത്തിലായിരുന്നു. ആലോചിച്ച് നോക്കിയപ്പോൾ ജൂൺ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആകെ 2 മാസമല്ലേ ഉള്ളൂ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. എന്തായിരിക്കും അറേബ്യയിലെ ചൂട്? ആ ചൂട് നബി തങ്ങൾ വരുന്നു എന്ന് കേട്ടപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിൻ്റെ കൂട്ടുകാരൻ കൂടെയുണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ 2 മഹത്തുക്കളെ കാണാൻ വേണ്ടി മദീനയുടെ അതിർത്തികളിൽ നിന്നുകൊണ്ട് പെണ്ണുങ്ങളും കുട്ടികളും പ്രായമായവരുമൊക്കെ കാത്തിരിക്കുകയാണ്. വരുന്നുണ്ടോ? ചിലരൊക്കെ മരത്തിൻ്റെ മീതെ കയറിയിട്ടുണ്ട്, ചോദിക്കുന്നുണ്ട്, കാണുന്നുണ്ടോ? ഇല്ല എന്ന് പറയും. കുറേ നേരം കാത്തിരിക്കും. പിന്നെ ആരോ ഒരു ജൂതനാണ് വിളിച്ചു പറഞ്ഞു, ഇതേ കാണുന്നുണ്ടതാ, നിങ്ങളുടെ ആൾ വരുന്നുണ്ടല്ലോ. അപ്പോഴേക്കും കൂട്ടമായ ആളുകൾ ഓടുകയാണ് ഹബീബിനെ സ്വീകരിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയൊരു വ്യത്യാസം നോക്കൂ, സുബ്ഹാനല്ലാഹ്. ഒരു നാട്ടുകാരെ കൊല്ലാൻ വേണ്ടി പിന്നാലെ കൂടാ, തല കൊണ്ടുവന്നാൽ 100 ഒട്ടകമുണ്ട് എന്ന് പറഞ്ഞ് പിന്നാലെ. അടുത്ത നാട്ടുകാർ പൂപോലെ നബിയെ, ഇത് അങ്ങയുടെ നാടാണ്, എൻ്റെ വീട്ടിൽ താമസിക്കോ, എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കോ, എൻ്റെ വീട്ടിൽ അങ്ങ് അന്തി ഉറങ്ങുമോ എന്ന് ആയിരക്കണക്കിന് ആളുകൾ ഹബീബിനോട് ചോദിക്കുന്ന ഒരു രംഗം. തിരിച്ചു പോരുന്നതും തിരിച്ചെത്തുന്നതും ഏത് വ്യത്യാസത്തിലാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഒരു നാട് ഹബീബിനെ വേദനിപ്പിച്ചു, മറ്റൊരു നാട് ഹബീബിനെ കൈകൊടുത്ത് സ്വീകരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് യൗമാനി ലാ അൻസാഹുമാ ഫി ഹയാത്തി, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും 2 ദിവസങ്ങൾ ഞാൻ മറക്കില്ലെന്ന് പറഞ്ഞ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല, യൗമുൻ ദഖല ഫീഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന തനവറത്തിൽ മദീന യൗമ ദഖലഹാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങൾ മദീനയിലേക്ക് വന്ന ദിവസവും വയൗമുൻ തുവഫിയ ഫീഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് യാത്ര പറഞ്ഞ ദിവസവും, ഇത് രണ്ടും എനിക്ക് മറക്കാൻ കഴിയില്ലെന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു 100 വയസ്സ് വരെ ജീവിച്ച സ്വഹാബിയാണ്. എനിക്കത് മറക്കാൻ കഴിയില്ല. തനവറത്തിൽ മദീന, അന്ന് മദീനക്ക് വെളിച്ചമായിരുന്നു എന്ന് മഹാനായ സ്വഹാബി റളിയല്ലാഹു തആല അൻഹു. തലഅൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാ وجب الشكر علينا ما دعا لله داع أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير مرحبا يا خير داع يا رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا حبيبنا يا رسول الله الصلاة والسلام عليك يا حبيبنا يا خير خلق الله. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഒരു സന്തോഷം, ഹബീബിൻ്റെ സന്തോഷം നമ്മുടെ സന്തോഷമാണ്. ഹബീബിൻ്റെ ജീവിതത്തിലെ ഏത് സന്തോഷ മുഹൂർത്തങ്ങളും മുഅ്മിനീങ്ങൾക്ക് സന്തോഷമാണ്. ഹബീബിൻ്റെ ജീവിതത്തിലെ വിഷമങ്ങളും വേദനകളും നമ്മുടെ വേദനയാണ്, നമ്മുടെ വിഷമമാണ്. ഒരു ഉമ്മത്തിൻ്റെ മനസ്സ് യോജിപ്പിച്ച ഒരു യാത്രയുടെ തുടക്കമാണിത്. ആ യാത്ര അവസാനിച്ചിടത്ത്
സ്നേഹമാണ് നബി തങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. ആ യാത്ര അവസാനിച്ചിടത്ത് നമ്മുടെ ഹിജറ കലണ്ടറിൻ്റെ നിർണായകമായ സംഭവം, ഈ നമ്മുടെ കലണ്ടർ തന്നെ ആരംഭിക്കുന്നത് ഹിജറയിലൂടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ആ ഹിജറയിലൂടെ മുത്തുനബി തങ്ങൾ ചെയ്തത് എന്താണ്? പാവപ്പെട്ട മുഴുവൻ ആളുകളെയും, അൻസ്വാരികളെ, നിങ്ങൾ മുതലാളിമാരാണ്, നിങ്ങൾ കൃഷിയുള്ളവരാണ്, മക്കയിൽ നിന്നിൻ്റെ കൂടെ വന്ന ആളുകളെ, അവർക്ക് കച്ചവടമുണ്ട് മക്കയിൽ, പക്ഷേ അവിടുത്തുകാർ തൊടാൻ വിട്ടിട്ടില്ല. അവരുടെ കയ്യിൽ സമ്പാദ്യമുണ്ട്, വീടുണ്ട്, ഒന്നും എടുക്കാൻ വിട്ടിട്ടില്ല. അവർ തടി കൊണ്ട് ഓടി രക്ഷപ്പെട്ടു വന്നതാണ്. അതുകൊണ്ട് അവർ പാവങ്ങളാണ്. നിങ്ങളവരെ നോക്കണേ. അതുകൊണ്ട് ഓരോ മുഹാജിറിനെയും ഓരോ അൻസ്വാരിയും ഏറ്റെടുക്കണം. അങ്ങനെ സ്വഹാബിമാരെ ഏറ്റെടുക്കുകയാണ് പരസ്പരം. ഓരോ അൻസ്വാരിയും നിങ്ങൾ എൻ്റെ കൂടെ വാ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം, എത്ര ദിവസം, നിങ്ങൾക്ക് എത്ര കാലം വേണോ അത്രയും. അങ്ങനെ ഓരോ സ്വഹാബിയെയും ഓരോരുത്തർ ഏറ്റെടുക്കുകയാണ്. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ഏറ്റെടുത്തത് ഒരു സ്വഹാബിയാണ്. അദ്ദേഹം മദീനയിലെ ടൗണിലൊന്നും വീടില്ല, വീട് കിടക്കുന്നത് ഒരു മലമുകളിലാണ്. കാന യസ്കുനു ഫി ആലിൽ മദീന, മദീനയുടെ ഉയർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഡെയിലി മല കയറണം. അങ്ങനത്തെ ഒരു വീട്ടിലെ ആര് കിടന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. വർഷങ്ങളോളം പിന്നെ ഉമർ തങ്ങൾ വീട് വെച്ച് മസ്ജിദ് നബിയുടെ അരികത്തേക്ക് വരുന്നത്. അത്രയും കാലം ഉമർ റളിയല്ലാഹു. നോക്കണം, ഉമർ തങ്ങൾ ആരാ? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം ജഡ്ജിമാരാണ്. ഉമർ തങ്ങളുടെ വല്യാപ്പമാർ, ഉമർ തങ്ങളുടെ കുടുംബം തന്നെ മക്കയിലെ ജഡ്ജിമാരാണ്, ഖുറൈശിയുടെ ചീഫ് ജഡ്ജുകൾ. ഫാറൂഖ് തങ്ങളുടെ കുടുംബക്കാരാ. ഖത്താബ് റളിയല്ലാഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബമാണ്. ആ ഒരു ചീഫ് ജഡ്ജ് കുടുംബത്തിലെ ഒരാൾ മദീനയിലൊരു സാധാരണക്കാരൻ്റെ വീട്ടിൽ അതിഥിയായി വർഷങ്ങളോളം നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഒന്നുമില്ല. പിന്നെ നിറയെ കിട്ടിയതെന്താണ്? സ്നേഹമാണ്. ഒരു നാടിൻ്റെ മുഴുവൻ സ്നേഹം, ഒരു കൂട്ടം ആളുകളുടെ സ്നേഹം. ആ സ്നേഹത്തിലൂടെ കൂടെയുള്ള ആളുകൾ കൂട്ടുകാർക്ക് കച്ചവടം ചെയ്യാൻ പൈസ കൊടുത്തു. അതാണ് അത്ഭുതം. മദീനയിലേക്ക് വന്ന മുഴുവൻ ആളുകൾക്കും അൻസ്വാരികൾ എന്ത് ചെയ്തു? കച്ചവടം ചെയ്യാൻ, ബിസിനസ് ചെയ്യാം. കാരണം നബി തങ്ങൾ പറഞ്ഞല്ലോ, അലൈക്കും ബിസ്സൂഖ്, നിങ്ങൾ കച്ചവടം ചെയ്യണം, ബിസിനസ് ചെയ്യണം. ലാ തദഉഹാ ലിൽ യഹൂദ്, അത് ജൂതന്മാരുടെ മാത്രം കുത്തകയായി നിങ്ങൾ മാറ്റിക്കാണരുത്. നിങ്ങളും കച്ചവടത്തിനിറങ്ങണം, നിങ്ങളും ബിസിനസ് ചെയ്യണം. റസൂലുള്ളാഹി തങ്ങളോട് ആര് ചോദിച്ചു? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, നബിയെ എൻ്റെ കയ്യിൽ കച്ചവടത്തിന് എന്തുണ്ട് നബിയെ? ആകെ 4 ദിർഹമാണ്. ഈ 4 ദിർഹം കൊണ്ട് വാടക പോയിട്ട് എന്ത് വാങ്ങിക്കാൻ പറ്റും നബി? അതൊന്നും സാരല്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, നിങ്ങളുടെ കൈ അങ്ങ് നീട്ടിക്കേ. ആ വലത് കൈ നീട്ടിക്കൊടുത്തു. ആ കയ്യിൽ റസൂലുള്ളാഹി തങ്ങൾ കൈവച്ചുകൊണ്ടൊരു ദുആയാണ്, അല്ലാഹുമ്മ ബാരിക് ലി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ ഫീ സഫഖത്തി യമീനിഹി, അല്ലെങ്കിൽ ഫീ സഫഖത്തി യദിഹി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ എല്ലാ കച്ചവടത്തിലും ഈ സഫഖത്ത് ചെയ്തെന്ന് കൈയടിക്കാന്നാണ്. അതായത് കച്ചവടം ഉറപ്പിക്കുന്നുണ്ടല്ലോ, കൈയടിച്ചിട്ട് കൈ പിടിച്ചിട്ട് ഉറപ്പിക്കല്, അതിനാണ് ഈ സഫഖത്ത് ചെയ്തെന്ന് പറയാം. ആ കച്ചവടത്തിൽ നിന്ന് അതിൻ്റെ ഉദ്ദേശം, കച്ചവടത്തിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചെയ്യുന്ന റളിയല്ലാഹു അൻഹു എല്ലാ കച്ചവടത്തിലും അള്ളാഹു നീ ബറക്കത്ത് ചെയ്യണേ. അബ്ദുറഹ്മാൻ ഔഫ് തങ്ങൾ പറയാം, ആ ഒരു ദുആ കിട്ടിയതിന് ശേഷമേ ഞാൻ മദീനത്ത് കൂടെ പോകുമ്പോൾ ഒരു പാറ കണ്ട വെറുതെ ഒന്ന് മറിച്ചു നോക്കും, എൻ്റെ ഉള്ളിൽ സ്വർണ്ണം ഉണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട്. തൊട്ടത് മുഴുവനും വിജയമാണ്. കച്ചവടം ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക്, അങ്ങനെ കച്ചവടത്തിൻ്റെ ആ ഒരു ലോകം വികസിച്ചു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 1000 ഒട്ടകപ്പുറത്ത് സിറിയയിൽ നിന്ന് വസ്ത്രങ്ങളും ഡ്രൈ ഫ്രൂട്ട്സുകളും ഭക്ഷണ സാധനങ്ങളുമായി മദീനയിലേക്ക് വന്ന കച്ചവടക്കാരനായിട്ട് മാറി. അതല്ലേ അത്ഭുതമല്ലേ? അത് ഹബീബിൻ്റെ ദുആയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4 ദിർഹം കൊണ്ട് കച്ചവടം തുടങ്ങിയതെന്ന്. അല്ലാഹുമ്മ ബാരിക് ലി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ ഫീ സഫഖത്തി യമീനിഹി. അത് ഹിജ്റയുടെ ഒരു ചരിത്രമാണ്. കാരണം ഈ ഉമ്മത്തിന് സമ്പത്ത് വേണം, അപ്പോഴാണ് ഈ ഉമ്മത്ത് സുരക്ഷിതരായിരിക്കുന്നത്. ഈ ഉമ്മത്തിൻ്റെ ദഅവത്തിനും ഈ ഉമ്മത്തിൻ്റെ സുരക്ഷയ്ക്കും അത് ആവശ്യമാണ്. ഇത് മനസ്സിലാക്കി പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ പാവപ്പെട്ടവനെയും മുതലാളിമാരെ ഏറ്റെടുക്കണം. കച്ചവടക്കാരും കൃഷിയുള്ള ആളുകളും പാവപ്പെട്ട ആളുകളെ കണ്ടില്ലെന്ന് പറയരുത്. അവരെ കൂടെ നിർത്തണം, അവർക്ക് സഹായം ചെയ്തു കൊടുക്കണം, അവരെ രക്ഷിക്കണം, അവരെ കൈപിടിച്ചുയർത്തണം. എന്നിട്ട് പിന്നെ ചെല്ലുന്നത് കച്ചറ കൂടി അടിപിടി കൂടി നടക്കുന്ന 2 കുടുംബത്തിൻ്റെ അരികത്തേക്കാണ് റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഔസ് ഖസ്റജ് എന്ന് പറയുന്ന 2 ഗോത്രക്കാർ, അൽ ഔസി അല്ലെങ്കിൽ അൽ ഖസ്റജി എന്ന് പറയുമ്പോൾ ഔസ് ഗോത്രക്കാരൻ, ഖസ്റജ് ഗോത്രക്കാരൻ എന്നാണ് ആ വാക്കിനർത്ഥം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഗോത്രത്തിൻ്റെയും നേതാക്കന്മാരെ വിളിച്ചു. മഹാനായ സഅദ് ബിൻ ഉബാദ, മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുമ, ഇവരെ പോലെയുള്ള മഹാന്മാരാണ് 2 ഗോത്രത്തിൻ്റെയും പ്രതിനിധികൾ. അവരെ വിളിച്ച് നബി തങ്ങൾ ചർച്ച ചെയ്തു. എന്തിനാണ് അടിപിടി? എന്തിനാണ് നിങ്ങൾ പരസ്പരം കൊല്ലുന്നത്? എത്ര കാലം നിങ്ങളൊരു ഉമ്മയുടെ മക്കളല്ലേ? ആദം നബി അലൈഹിസ്സലാമിൻ്റെയും ഹവ്വ ബീവിയുടെയും കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്.
നിങ്ങളൊക്കെ ആദം നബിയുടെ മക്കളല്ലേ? ആദം നബിയാണെങ്കിലോ മണ്ണിൽ നിന്നല്ലേ അള്ളാഹു പടച്ചത്. അതിനാണോ നിങ്ങൾ ഈ മേന്മ പറഞ്ഞ് തറവാടിത്തം പറഞ്ഞ് തല്ലുകൂടുന്നത്? അതുകൊണ്ട് ജാഹിലിയ്യ കാലത്ത് നിങ്ങൾ ചെയ്തു കൂട്ടി എല്ലാ അടിപിടിയും കൊലപാതകവും അതിൻ്റെ പ്രതികാരവുമെല്ലാം ഞാൻ എൻ്റെ കാലുകൊണ്ട് ചവിട്ടിത്താഴ്ത്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വിദാഇൻ്റെ പ്രസംഗത്തിൽ പോലും പറഞ്ഞിട്ടുണ്ട്. ഇനി ആരും പണ്ടിൻ്റെ വാപ്പാനെ കൊന്നവനാണിവൻ, എൻ്റെ ജ്യേഷ്ഠനെ കൊന്നവനാണ് എന്ന് പറഞ്ഞ് പഴയ കഥ പറയരുത്. എന്നേക്കുമായി മാപ്പ് ചെയ്തു കൊടുത്ത് നിങ്ങളൊക്കെ നന്നാവണമെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ നന്നാക്കിയെടുക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് മദീനയിലെത്തിയപ്പോൾ തങ്ങൾ ആദ്യം ചെയ്തത്. ഒരു കൊല്ലം ആരംഭിക്കുകയാണ്. നമുക്കും പിണങ്ങി നിൽക്കുന്ന ആളുകൾക്ക് നന്നാവണ്ടേ? മിണ്ടാത്ത ആളുകൾക്ക് നന്നാവണ്ടേ? ഉമ്മമാർ, സഹോദരിമാർ, കൂട്ടുകാരികൾ, സഹോദരന്മാർ, നമ്മുടെ കച്ചവടവുമായി ബന്ധപ്പെട്ടവർ, ജോലിയുമായി ബന്ധപ്പെട്ടവർ, കൂടെ പഠിച്ചവർ, പല നിലക്കും ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ പിണക്കവും വഴക്കും വക്കാണവുമായിട്ട് നടക്കുന്ന ആളുകൾ, വീട്ടുകാർ, കുടുംബക്കാർ, ചോരബന്ധമുള്ളവർ. നമ്മൾ ആലോചിക്കണേ, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് കടക്കുകയില്ലെന്നാണ് ഖാതിഉർ റഹിം, കുടുംബബന്ധം മുറിച്ചു മാറ്റുന്ന ആളുകൾ. അങ്ങനെയാണ് ചിലരൊക്കെ പറയാറുണ്ട്, എൻ്റെ എളാപ്പാൻ്റെ മോനാണ്, ഇങ്ങനെയൊക്കെ ഇടപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ എൻ്റെ ബന്ധുവാണ്, ആ രീതിയിൽ കുടുംബബന്ധം ഞാൻ സൂക്ഷിക്കുന്നു, പക്ഷേ കച്ചവട ഏർപ്പാടും ബന്ധമൊന്നുമില്ല, എൻ്റെ ബന്ധുവാണ്, എൻ്റെ കുടുംബക്കാരനാണ്. അത്രയെങ്കിലും ആയിക്കൂടെ? അങ്ങനെ ആയിക്കൂടെ? നമുക്ക് എന്തെല്ലാം രീതിയിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിലും എൻ്റെ എളാപ്പയുടെ മക്കളാണ്, എളാമ്മയുടെ മക്കളാണ്, മുത്താപ്പാൻ്റെ മക്കളാണ്, അമ്മായിയുടെ മക്കളാണ്. അതൊരു ഖറാബത്താണ്, അതൊരു ചോരബന്ധമാണ്. ആ ചോരബന്ധം മുറിച്ചു മാറ്റുന്നവർ, ഖാതിഉർ റഹിം, കുടുംബബന്ധം മുറിച്ചു മാറ്റുന്നവർ, അവരുടെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല. അവരുടെ അമലുകൾ അല്ലാഹു ആകാശലോകത്തേക്ക് വരുമ്പോൾ അവിടെ നിന്നോട്ടെ എന്നാ പറയാം, മേലോട്ട് ഉയർത്തണ്ട എന്ന് പറയും, അവിടെ നിൽക്കട്ടെ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹദറത്തിലേക്ക് അവരുടെ അമലുകൾക്ക് എൻട്രി പെർമിറ്റ് പോലും അല്ല കൊടുക്കണില്ല എന്നാണ്. അവിടെ നിൽക്കട്ടെ, എനിക്കെന്തിന് അവരുടെ ഇബാദത്ത് വേണം? ഇപ്പോൾ കുറേ ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലി നടക്കുന്ന ആളുകൾ പിണക്കവുമായി നടക്കുന്ന ആളുകളാണെങ്കിൽ ആ ദിക്റും സ്വലാത്തൊക്കെ ഇങ്ങനെ അബുദാബിൻ്റെ ക്ലൗഡിൻ്റെ മേലേക്ക് പോയിട്ടുണ്ടാവില്ല, അവിടെ കിടക്കുന്നുണ്ടാവും. നമ്മൾ ആലോചിക്കണം, ഈ പിണക്കങ്ങൾ തീർക്കാനുള്ളതാണ്, മരണത്തിന് മുമ്പ് തീർക്കണം. ഇതുപോലെയുള്ള അവസരങ്ങൾ അല്ലാഹു തരുന്നത് മാസവും ദിവസവും ആഴ്ചകളും കൊല്ലങ്ങളും മാറി മാറി വരുന്നത് ചില ചിന്തകളെ പുതുക്കാനാണ്, ഒരു റിഫ്രഷ്മെൻറ്റ്. അങ്ങനെ ഉണ്ടല്ലോ, ഒരു വർഷം പൂർത്തിയാകുമ്പോൾ നമ്മൾ അക്കൗണ്ട്സൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ പറയില്ലേ, വർഷാവസാനമാണ്, നല്ല തിരക്കുള്ള സമയമാണ്. ആ ഒരു വർഷാവസാനം ശരിക്കൊരു അനാലിസിസ് നടക്കും. എത്രയാണ് കമ്പനിക്ക് വരുമാനം, എത്രയാണ് കിട്ടാനുള്ളത്, എത്രയാണ് കൊടുക്കാനുള്ളത്, എത്രയാണ് പെൻഡിങ്, എന്ത് കാര്യങ്ങൾ മുഴുവൻ ഒരു കൃത്യമായൊരു പിക്ചർ വരുന്നു. അതുപോലെ ഓരോ മുഹറമാകുമ്പോഴും സുബ്ഹാനല്ലാഹ്, അത് ഹജ്ജ് കഴിയുമ്പോഴാണ് വരുന്നത്. നോക്കണം, ഹജ്ജ് എന്ന അള്ളാഹുവിൻ്റെ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വലിയൊരു ഇബാദത്ത് അല്ലേ? അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വീകാര്യോഗ്യമായ ഹജ്ജിന് സ്വർഗത്തിൽ കുറഞ്ഞ ഒരു പ്രതിഫലവുമില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന മാസം മുഹറമാണ്. നോക്കണം, ഒരു ഹജ്ജിൻ്റെ ഇസ്ലാമിൻ്റെ 5 റുക്നുകളിൽപ്പെട്ട 5ാമത്തേത് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു തുടക്കം വരികയാണ്. എന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞാൽ പിന്നെ പൂട്ടിവെച്ച് പോകരുത്, അടുത്തതിലേക്ക് തുടങ്ങണം എന്ന് പറയുന്ന പോലെ ഖുർആൻ ഓതി ഇങ്ങനെ സൂറത്തുൻ നാസിൽ എത്തിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു മാറ്റി വെക്കല്ല. ആ സൂറത്തുൻ നാസ് കഴിഞ്ഞാൽ വേഗം അലിഫ് ലാം മീം, സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ബഖറ ഒരു പേജെങ്കിലും തുടങ്ങി വെച്ചിട്ട് കണ്ട് പൂട്ടി വെക്കുക. അപ്പോൾ സമയമില്ലെങ്കിൽ എന്തേ, ആ അവസാനിച്ചിടത്ത് നിർത്തരുത്, നിർത്തിപ്പോവരുത്, അടുത്തൊരു തുടക്കം അവിടെ ചെയ്തു വെച്ചിരിക്കണം എന്നാണ്. അപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, ഇങ്ങനെ നിരന്തരമായി നമ്മുടെ ചിന്തകളെ, നമ്മുടെ ആലോചനകളും നമ്മുടെ പ്രവർത്തനങ്ങളുമൊക്കെ ഒരു പുനർവിചിന്തനം നടത്താനുള്ള സമയം ഈ മുഹറത്തിലൂടെ കൈവന്നിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളുമുള്ള നോമ്പ് കൂടെയാകുമ്പോൾ അതിന് വല്ലാത്ത പുണ്യമായി അള്ളാഹു നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കട്ടെ. പിണക്കങ്ങളൊക്കെ തീർക്കുക. നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലും നമ്മുടെ അയൽപക്കങ്ങളിലും പരിചയങ്ങളിലും വിഷമിക്കുന്ന ആളുകൾക്ക് ഒരു കൈത്താങ്ങ് സഹായം നമ്മൾ കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മുടെ പ്രളയം കഴിഞ്ഞ സമയമാണ്. ഇസ്ലാമിക് സെൻറ്റർ നമ്മുടെ പ്രളയബാധിതരായ ആളുകൾക്കൊരു വലിയ സഹായം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് തീരുമാനിച്ചുറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു സ്വതക്ക ദാനം ചെയ്യാൻ പറ്റുന്ന ആളുകൾ നല്ലൊരു സംഭാവന നമ്മുടെ പ്രളയബാധിതർക്ക് അവരുടെ വീട് നിർമ്മാണങ്ങൾക്കും മറ്റുമൊക്കെ, നമുക്കറിയില്ല ഗവൺമെൻറ്റിൽ നിന്ന് എന്താ കിട്ടുക എന്നറിയാം. അപ്പോൾ ആരൊരു വീഡിയോ കൂട്ടിയിരുന്നു, എന്താ അതിൻ്റെ സത്യാവസ്ഥ എന്നറിയില്ല, 1/2 കിലോ പരിപ്പും 1 കിലോ പഞ്ചാരയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് സഹായിക്കുന്ന സഹായമേ എത്തുകയുള്ളൂ, എല്ലാത്തിനൊക്കെ ഒരു പരിധി ഉണ്ടാവും. അപ്പോൾ തീർച്ചയായും നമ്മളൊക്കെ നല്ലൊരു തുക നമുക്ക് ഇൻഷാ അല്ലാഹ് ആ ഒരു ഫണ്ടിലേക്ക് കൊടുക്കണം. ഇന്ന് കയ്യിൽ കരുതാത്തവർ, സാധിക്കുന്ന ആളുകൾ അടുത്ത ആഴ്ച വരുമ്പോഴെങ്കിലും ഇൻഷാ അല്ലാഹ്
അതിലേക്കൊരു സഹായം കാണണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രളയത്തിലൊക്കെ പ്രയാസപ്പെട്ട ഒരുപാട് ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ഖൈർ പകരം നൽകട്ടെ. അള്ളാഹു അവർക്ക് ഖൈർ പകരം നൽകട്ടെ. അവരെ ഉദ്ദേശിച്ചുകൊണ്ടാവണം എന്നില്ല ആ ഒരു അദാബ് വരുന്നത്. അള്ളാഹു ഉദ്ദേശിച്ച ഒരു വീട് ഒരു കുന്നിൻ്റെ മുകളിലാണ്. പക്ഷെ ആ വീട്ടിലേക്ക് എത്തണമെങ്കിൽ താഴെയുള്ള മുഴുവൻ വീടും കടന്നു പോകും. അപ്പോഴേ ആ മേലെ വീട്ടുകാരനെ ആയിരിക്കും അള്ളാഹു ലക്ഷീകരിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണ് അല്ലേ? ഉണക്കപ്പുല്ല് കരിയുമ്പോൾ അതിൻ്റെ കൂടെ പച്ചപ്പുല്ലും കരിഞ്ഞു പോകും. എന്നല്ലാതെ പ്രളയം സംഭവിച്ചത് മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല കോപിച്ചവരാണെന്ന് പറഞ്ഞുകൂടാന്നാ. അങ്ങനെ പറയാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ അദാബാണെങ്കിൽ അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തന്നവൻ്റെ അദാബിന് അള്ളാഹു ഇല്ലായ്മ ചെയ്ത് നീക്കിത്തന്ന അള്ളാഹു നമ്മളെ അവൻ്റെ മഖ്ബൂലിങ്ങളിൽ ചേർത്തി തരട്ടെ. അള്ളാഹുവിൻ്റെ ഇബ്തില ആണെങ്കിൽ അള്ളാഹു അത് സഹിക്കാനുള്ള കരുത്തും ക്ഷമയും നൽകി അള്ളാഹു സ്വാബിരിയങ്ങൾക്ക് കൊടുക്കുന്ന കൂലി അള്ളാഹു നമുക്കും അതിൽ പ്രയാസപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു നൽകട്ടെ. ഒരുപാട് ആളുകളുടെ നല്ല മനസ്സ് മാഷാ അള്ളാഹ് പ്രകടമായൊരു സംഭവമാണിത് അല്ലേ? ഒരു സമയത്ത് തെക്കൻ ജില്ലകളിൽ പ്രയാസങ്ങളുണ്ടായപ്പോൾ മലപ്പുറം, നമ്മുടെ മലബാർ, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, മംഗലാപുരം മുതൽ അങ്ങ് തെക്ക് കോട്ടയത്തും എറണാകുളത്തും ഒക്കെ ചെന്ന് സഹായം ചെയ്തു കൊടുത്തതിന് മാഷാ അള്ളാഹ് ആ ഒരു നന്മയുടെ ആ ഒരു നീരുറവ ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ബാക്കിയുണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ തന്നെയാണ്. ഒരുപക്ഷെ അള്ളാഹു ഓരോന്നിൻ്റെ പിന്നിലും ഒരു ഖൈർ അള്ളാഹു വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഒരുപാട് സുമനസ്സുകളെ പരിചയപ്പെടാൻ വേണ്ടി പറ്റിയില്ലേ? നമ്മുടെ എറണാകുളത്തെ കച്ചവടക്കാരൻ്റെ പേര് തന്നെ ഉഷാദോ അല്ലേ? ആളിവിടെ വന്നെന്ന് പറഞ്ഞു മാഷാ അള്ളാഹ്. അങ്ങനെയൊക്കെ ഒരു നല്ല മനുഷ്യൻ, അങ്ങനത്തെ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ കാണും. പക്ഷേ ഒന്ന് രണ്ട് ആളുകളാണ് പ്രത്യക്ഷത്തിൽ അവർ പ്രശസ്തരായി മാറുന്നത് എന്ന് മാത്രം. പക്ഷെ ഒരുപാട് ആളുകൾ സുബ്ഹാനല്ലാഹ്, ഒരുപാട് ആളുകൾ സഹായഹസ്തവുമായി വന്നു. അതിനൊക്കെ കൂലിയാണ്, അതിനൊക്കെ പ്രതിഫലമാണ്. നമ്മുടെ വിഖായയുടെ വളണ്ടിയർമാർ, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം വൈറ്റ് ഗാർഡ്, അവരൊക്കെ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ കൺമുമ്പിൽ കണ്ട അനുഭവങ്ങളായതുകൊണ്ട് ഞാൻ പറയാണ്. വളരെ അധ്വാനിച്ച് ഡെഡിക്കേറ്റഡായിട്ട് രാവും പകലുമില്ലാതെ കിണറുകളൊക്കെ ഇറങ്ങി വരെ നന്നാക്കി കൊടുത്ത് വീടുകളൊക്കെ ചെളിയൊക്കെ അത് വൃത്തിയാക്കി കൊടുക്കാൻ നമ്മുടെ പ്രവർത്തകന്മാർ ചെയ്ത ആ ഒരു സന്നദ്ധത വളരെ പ്രശംസ അർഹിക്കുന്നതാണ്. അള്ളാഹു അവർക്കും അവരുടെ കുടുംബത്തിനും തലമുറകൾക്കും അള്ളാഹു ഖൈർ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പ്രളയത്തിലേക്കുള്ള സഹായം കൂടെ നമ്മുടെ ഈ മുഹറം അത്രയും സഹായത്തിൻ്റെ ഒരു മാസം കൂടെ ആയതിൻ്റെ പേരിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് മറക്കാണ്ടിരിക്കുക. അടുത്ത ആഴ്ചയെങ്കിലും നിങ്ങൾ വരുമ്പോൾ അത് കരുതണമെന്ന് സാന്ദർഭികമായി അറിയിക്കുകയാണ്. ക്ലാസ് നമ്മൾ 1 മണിക്കൂർ കൊണ്ട് നിർത്തുകയാണ്. ഞാൻ വളരെ ടയേർഡാണ്, ഉറക്കം വന്നിട്ട് ഒരു വഴിക്കായിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വളരെ വൈകാതെ തന്നെ നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുക. അടുത്ത ക്ലാസ് നമുക്ക് 10:30 അവസാനിപ്പിക്കാം, 1.5 മണിക്കൂർ എടുക്കാം. ഇത് നമ്മളൊരു 10 മണിയാകുമ്പോഴേക്കിനെ തീർക്കാമെന്നാണ് ആലോചിച്ചത്. ഇൻഷാ അല്ലാഹ് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് നാട്ടിലേക്ക് നിൽക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ ഞങ്ങളാരൊക്കെ ഇവിടെ കാര്യമായിട്ട് ദുആ നടത്തിയെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിലപ്പുറം അപ്പോൾ ഞാൻ വളരെ സ്നേഹിക്കുന്ന എൻ്റെ സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ, കുമ്പോൾ തങ്ങൾ അവറുകൾ തങ്ങളാണ് പറഞ്ഞത് ഇപ്പോൾ തിരിച്ചവിടെ തന്നെ പോകണം. പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല. ഞാൻ ഇവിടുന്ന് കിട്ടുമ്പോൾ റിസൈൻ ചെയ്ത് എൻ്റെ വക റിസൈൻ ചെയ്ത് പോയതാണ്. പ്രിൻസിപ്പൾ വരെ പോകുമ്പോൾ എന്നോട് പറഞ്ഞു, എനി ടൈം നിങ്ങൾ തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്ക് വരാം കേട്ടോ, ഇത് നിങ്ങളുടെ ഇറ്റ് ഈസ് യുവർ ഹോം. എന്നോട് അവസാനം പറഞ്ഞ വാക്കതാണ്, നിങ്ങളുടെ വീടാണിത്, എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം. പക്ഷേ ഞാൻ പിന്നെ വേണ്ട, 10 വർഷമായി കഴിഞ്ഞു, മതി എന്ന് വിചാരിച്ച് ആ ഒരു വല്ലാത്ത വേറൊരു മൂഡിലാണ് പോയത്. പക്ഷേ തങ്ങൾ പറഞ്ഞു ഇപ്പോൾ വരാനായില്ല, ഞാൻ പറയാം, ഇപ്പോൾ നിങ്ങൾ തിരിച്ചു പോയിക്കോളി, ഇൻഷാ അല്ലാഹ് അത് ഖൈറാകും എന്ന് പറഞ്ഞ് തങ്ങൾ അതുപോലെ ഇപ്പോൾ ചെറുവാളൂർ ഉസ്താദ് മാഷാ അല്ലാഹു ഉസ്താദിന് ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. അള്ളാഹു മഹാനവർക്ക് വളരെ പെട്ടെന്ന് ആഫിയത്ത് അള്ളാഹു തിരിച്ചു കൊടുക്കട്ടെ, സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. ഒരുപാട് ഇനിയും ഉമ്മത്തിന് ഒരുപാട് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു മഹാനവർക്ക് നൽകട്ടെ. ആ മഹാന് ഖിദ്മത്ത് അങ്ങോട്ട് ചെയ്തു കൊടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ഉസ്താദും ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ഉസ്താദിൻ്റെ ഖാദിമിനോടും ഇപ്പോൾ വരണ്ട, ഇപ്പോൾ അവിടെ തന്നെ നിന്നോട്ടെ എന്ന് തന്നെ പറഞ്ഞേക്കണം എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വേണ്ടപ്പെട്ട ഒരുപാട് ഉസ്താദന്മാർ ഒക്കെ അള്ളാഹു അവരൊക്കെ എന്തെങ്കിലും ഒരു മാന അതിന് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും ആലോചിക്കേണ്ട, അങ്ങനെ തന്നെ ആവട്ടെ. കുട്ടികളെ പോലും ഇവിടെ നിന്ന് റിസൈൻ ചെയ്ത് അവിടെ സ്കൂളൊക്കെ നാട്ടിൽ ചേർത്താൻ വേണ്ടി ഏർപ്പാടാക്കിയതായിരുന്നു. പിന്നെ അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെ ആയിരിക്കും. നിങ്ങളുടെ ഈ ഒരു വളരെ സന്തോഷമുള്ള ഒരു മുഖം കാണാൻ ഒരു അവസരം ഒന്നുകൂടെ കിട്ടിയതായിരിക്കാം. ഏതായിരുന്നാലും അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നിൽക്കാം എന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഖൈറാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരട്ടെ. ഓരോരുത്തരും പല വിധത്തിലും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ജോലി സംബന്ധമായും കച്ചവടത്തിലും ജോലി നഷ്ടപ്പെട്ടവരും ഒക്കെയായിട്ട് പലരും വലിയ പ്രയാസങ്ങളൊക്കെ പറഞ്ഞു. അള്ളാഹു അവർക്കൊക്കെ
ഖൈർ അല്ലാഹു പകരം ചെയ്തു കൊടുക്കട്ടെ. അല്ലാഹു ഖൈർ പകരം ചെയ്തു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. റഹ്മാനായ റബ്ബേ, അല്ലാഹു ഞങ്ങളുടെ ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹു നീ ഇത് ഖബൂലാക്കണേ റബ്ബേ. അല്ലാഹുവേ, മുഹറം മാസത്തിൻ്റെ സവിശേഷമായൊരു രാത്രിയിലാണ് റബ്ബേ ഞങ്ങളുള്ളത്. ഈ രാത്രിയുടെ പുണ്യം കൊണ്ട് നമ്പിയാക്കന്മാർ, മഹാന്മാരായ സ്വാലിഹീങ്ങൾ, അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് റബ്ബേ, ഇവിടെ പറഞ്ഞ ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങൾക്കൊക്കെ നീ പാപമോചനം നൽകണേ റബ്ബേ. ഞങ്ങളുടെ ഖൽബുകളെ നീ ശുദ്ധിയാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ മനസ്സിൻ്റെ ദുഷിച്ച ചിന്തകളെ നീ ഇല്ലായ്മ ചെയ്യണേ റബ്ബേ. അല്ലാഹു തെറ്റുകളിലേക്ക് പോകുന്ന ചിന്തകൾ വരാതെ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ കയ്യും കണ്ണും കാതും മനസ്സും എല്ലാം ഒരുപോലെ നീ സംരക്ഷിക്കണേ റബ്ബേ. ഞങ്ങളുടെ ഖൽബിൻ്റെ ഉള്ളിലേക്ക് നിൻ്റെ നൂറ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, നിൻ്റെ ഈമാനിൻ്റെയും യഖീനിൻ്റെയും പ്രകാശം അല്ലാഹു ഞങ്ങളുടെ ഖൽബിലേക്ക് നീ നൽകണേ തമ്പുരാനെ. ബിഹഖി അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് المصباح في زجاجة والزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم. الله ഞങ്ങളുടെ ഖൽബുകളെ നീ ശുദ്ധിയാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ ഖൽബുകളെ നീ നന്നാക്കി തരണേ തമ്പുരാനെ. നിൻ്റെ മഹബത്തും നിൻ്റെ ഹബീബിൻ്റെ മഹബത്തും മലായികത്തുൽ കിറാമിൻ്റെ മഹബത്തും അല്ലാഹു ഞങ്ങളുടെ ഖൽബിന് നീ നൽകണേ തമ്പുരാനെ. സജ്ജനങ്ങളോട് സ്വാലിഹീങ്ങളോട് സ്നേഹം നൽകണേ റബ്ബേ. നിൻ്റെ ദീനിനോട്, നിൻ്റെ ഖുർആനിനോട്, ഹദീസിനോട്, നിൻ്റെ അഹ്കാമുകളോട്, ശരീഅത്തിനോട്, ഈ ഉമ്മത്തിനോട് സ്നേഹമുള്ളവരാക്കണേ റബ്ബേ. അല്ലാഹു ഈ ഉമ്മത്തിനെ നീ നിൻ്റെ കാവലിലാക്കണേ തമ്പുരാനെ. നീ സംരക്ഷണത്തിലാക്കണേ തമ്പുരാനെ. എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാനുള്ള ഹിമ്മത്ത് ഈ ഉമ്മത്തിന് നൽകണേ റബ്ബേ. വിശുദ്ധമായ ഹിജ്റയിലൂടെ, ഒരു വലിയ ത്യാഗത്തിലൂടെ ഈ ഉമ്മത്തിന് നീ വിജയം നൽകിയ പോലെ റബ്ബേ, ഈ ഉമ്മത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ത്യാഗങ്ങൾക്ക് പിറകെ വലിയൊരു വിജയം നീ നൽകണേ തമ്പുരാനെ. ഇസ്സത്ത് നൽകണേ തമ്പുരാനെ. അഭിമാനം നൽകണേ തമ്പുരാനെ. നിൻ്റെ റഹ്മത്തിൻ്റെ വാതായനങ്ങൾ അല്ലാഹു നീ ഞങ്ങൾക്ക് തുറന്നു നൽകണേ റബ്ബേ. ഈ രാജ്യത്ത് നീ റഹ്മത്ത് ചെയ്യണേ റബ്ബേ. ഞങ്ങളുടെ നാടുകളിൽ റഹ്മത്ത് ചെയ്യണേ തമ്പുരാനെ. ഈ നാടും ഞങ്ങളുടെ നാടും ലോകരാജ്യങ്ങളും സുരക്ഷിതമാക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്ന റഖാഅൻ സഖാഅൻ വസായിറ ബിലാദിൽ ആലമീൻ. اللهم ارحم الشيخ زايد والشيخ مكتوم وإخوانهما شيوخ الإمارات الذين انتقلوا إلى رحمتك ورضوانك. اللهم تغمده برحمتك يا رب العالمين. اللهم زد رئيس الدولة العافية والسلامة والشفاء يا رب العالمين. റഹ്മുർ-റഹീമായ റബ്ബേ, ഈ രാജ്യത്തെ ഭരണാധികാരികൾക്ക് ഞങ്ങളോട് റഹ്മത്ത് തോന്നിപ്പിക്കണേ റബ്ബേ. ഈ രാജ്യത്തെ നിയമങ്ങൾ അല്ലാഹുവേ, അതുകൊണ്ടൊരു പ്രയാസം വരാതിരിക്കണേ തമ്പുരാനെ. ഈ രാജ്യത്തെ അല്ലാഹുവേ, നിൻ്റെ റഹ്മത്തും ബറക്കത്തും നീ ധാരാളമായിട്ട് ഇറക്കണേ തമ്പുരാനെ. ഒരു സാമ്പത്തിക ക്രൈസിസിലേക്കോ പ്രയാസത്തിലേക്കോ സമാധാനപരമായ പ്രയാസങ്ങളിലേക്കൊന്നും, സമാധാനമില്ലായ്മയുടെ പ്രയാസങ്ങളിലേക്കൊന്നും പോകാതെ റബ്ബേ, ഈ രാജ്യത്തെയും പരിസര രാജ്യങ്ങളെയും ലോകരാജ്യങ്ങളെയും നീ സംരക്ഷിക്കണേ തമ്പുരാനെ. നീ നിൻ്റെ കാവലിലാക്കണേ തമ്പുരാനെ. റഹ്മുർ-റഹീമേ, ഞങ്ങൾക്കൊരുപാട് നന്മ ചെയ്യാൻ അവസരങ്ങൾ നൽകണേ റബ്ബേ. ഞങ്ങളുടെ ചുറ്റുവട്ടത്തുമുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിലെങ്കിലും ഞങ്ങൾക്ക് ഇടപെടാനുള്ള തൗഫീക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ മക്കളിൽ കൺകുളിർമയെ നൽകണേ റബ്ബേ. ഞങ്ങളുടെ മക്കൾ നല്ലവരായി വളർന്ന് അവരൊക്കെ ഇൽമും ഈമാനും തൗഫീഖും ഹിക്മത്തുമുള്ള അദബുള്ളവരായി കാണാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. റഹ്മുർ-റഹീമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, അല്ലാഹു ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷം നൽകണേ തമ്പുരാനെ. പിണങ്ങി നിൽക്കുന്നവരെ നീ യോജിപ്പിലേക്ക് എത്തിക്കണേ റബ്ബേ. പിണങ്ങി നിൽക്കുന്ന കുടുംബങ്ങളെ നന്നാക്കി നൽകണേ തമ്പുരാനെ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകന്നവരും പിണങ്ങി നിൽക്കുന്നവരെയും സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണേ റഹ്മാനെ. വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചവർ, വെക്കാനിരിക്കുന്നവർ, അവർക്കൊക്കെ ഖൈറായ വിജയകരമായ കുടുംബജീവിതം നൽകണേ തമ്പുരാനെ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് റബ്ബേ, കൺകുളിർമയുള്ള സ്വാലിഹീങ്ങളെ നീ അല്ലാഹു നീ അവർക്ക് കൊടുക്കണേ റഹ്മാനെ. അവരുടെ കണ്ണുകൾക്ക് സന്തോഷം നൽകണേ തമ്പുരാനെ. അല്ലാഹുടെ ദുആകളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അവരുടെ നിയ്യത്തുകളെ നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പൈശാചികം സിഹറിൻ്റെയും ശൈത്വാനിൻ്റെയും വിഷമങ്ങളിൽ കിടക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുർക്ക് നീ സലാമത്ത് കൊടുക്കണേ റബ്ബേ.
അള്ളാഹുവെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ, കടങ്ങൾ വിടാനുള്ള വഴികൾ, അതിൻ്റെ സാധ്യതകൾ അവരുടെ കൺമുമ്പിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ ജോലി സംബന്ധമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന അള്ളാഹു ഈ സദസ്സിലേക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീ സലാമത്താക്കി നൽകണേ തമ്പുരാനെ. അള്ളാഹു നീ ആർക്കെല്ലാം എന്തെല്ലാം നഷ്ടം വന്നു പോയിട്ടുണ്ടോ അതിനൊക്കെ പകരം നീ ഖൈർ കൊണ്ട് പകരം നൽകണേ റബ്ബേ. പ്രളയത്തിൽ പ്രയാസപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ റബ്ബേ, അള്ളാഹുവെ നാനാജാതികളും അള്ളാഹു മനുഷ്യരല്ലയോ റബ്ബേ, അവരിൽ ഒരുപാട് ആളുകളെ കണ്ടെത്താൻ കഴിയാത്ത വിധം കൺമറഞ്ഞു പോയ ആളുകൾ പടച്ച തമ്പുരാനെ, അവർക്ക് വേണ്ടിയൊക്കെ തിരച്ചിൽ നടത്തുകയും അധ്വാനിക്കുകയും സേവനം ചെയ്യുകയും ചെയ്ത ഒരുപാട് സന്നദ്ധ പ്രവർത്തകന്മാർ, അള്ളാഹുവെ ആ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. അവരിൽ ഈമാനിൻ്റെ അഹലുകാരുണ്ട്, അവർക്ക് നീ ദുനിയാവിലും ആഖിറത്തിലും അതിൻ്റെ കൂലി കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബെ, സഹായം എത്തിച്ചവർക്ക് നീ സഹായം കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു ഇതിൽ സഹായം എത്തിച്ചവർക്ക് നീ സഹായം നൽകണേ തമ്പുരാനെ. അള്ളാഹു പ്രത്യേകിച്ച് ഞങ്ങൾ ഈ സദസ്സിൽ ഒരുപാട് തവണ ഓർത്ത മൂസക്കുട്ടിക്ക എന്ന് പറഞ്ഞ തൃശ്ശൂർ ജില്ലയിലെ മട്ടായക്കാരൻ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ സഹായഹസ്തവുമായി വന്ന യൂസുഫ് അലിക്ക, അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്നദ്ധത അള്ളാഹു നീ കബൂലാക്കണേ തമ്പുരാനെ. മൂസക്കുട്ടി സാഹിബിനെ നാട്ടിലെത്താനുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതാഭിലാഷം എന്ന് പറയുന്ന ആ ഒരു നല്ല കാര്യത്തിന് സഹായികളാവാൻ ആരൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ, ആരൊക്കെ അതിന് സഹായിച്ചിട്ടുണ്ടോ, അവർക്കൊക്കെയും നീ സഹായം നൽകണേ തമ്പുരാനെ. ആ പാവം മനുഷ്യന് നീ ആരോഗ്യം കൊടുക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിന് ആരോഗ്യം കൊടുക്കണേ റബ്ബേ. അദ്ദേഹത്തിന് നീ സമ്പത്ത് കൊടുക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിന് നീ എല്ലാ ഐശ്വര്യവും കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു ആയുസ്സിൽ ബറക്കത്തിനെ കൊടുക്കണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ ഒരുപാട് മഹാന്മാർ രോഗികളാണ് റബ്ബേ. ബഹുമാനപ്പെട്ട ചെറുവാളൂർ ഹൈദറുസ് മുസ്ലിയാർ, അള്ളാഹുവെ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ ഇപ്പോഴും വളരെ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. അള്ളാഹു നീ സലാമത്ത് കൊടുക്കണേ റബ്ബേ. അബുദാബിയിലെ ഇസ്ലാമിക് സെൻറ്ററിലെ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായ സജ്ജനങ്ങളുടെ ആമീന് കൊണ്ട് മഹാനുഭാവന് വളരെ പെട്ടെന്ന് ശിഫ കൊടുക്കണേ റബ്ബേ. അവർക്ക് നീ ശിഫ കൊടുക്കണേ റബ്ബേ. സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. ശിഫയാക്കണേ റബ്ബേ. അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയ. അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയ. അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയ. അല്ലാഹു എല്ലാ രോഗികൾക്കും ശിഫ നൽകണേ റബ്ബേ. ഇവിടെ ദുആ ഇറക്കാൻ വേണ്ടി പറഞ്ഞ ഒരുപാട് അസുഖങ്ങൾ അല്ലാഹു അവർക്കൊക്കെ നീ സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. ശിഫ നൽകണേ തമ്പുരാനെ. പിഞ്ചു മക്കളും ചെറിയവരും വലിയവരും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണേ റബ്ബേ. ഈ സദസ്സ് ഞങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോഴേക്കും ഞങ്ങളുടെ പാപങ്ങളെ നീ കഴുകിക്കളയണേ റഹ്മാനെ. നാളെയും മറ്റന്നാളും സുന്നത്ത് നോമ്പെടുത്ത് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നവരാക്കി ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ നീ ഖൈർ ചെയ്യണേ റബ്ബേ. നിന്നോട് ഞങ്ങൾ ആഫിയത്തിനെ ചോദിക്കുകയാണ് അല്ലാഹു. ഞങ്ങൾക്ക് ആരോഗ്യം നൽകണേ റബ്ബേ. ആയുസ്സിൽ ബറക്കത്തിനെ നൽകണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ ദുനിയാവും ഞങ്ങളുടെ ആഖിറവും നാളത്തെ ബർസഖും നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഖാത്തിമത്ത് നന്നാക്കി നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ റസുഖനാ ഹുസ്നൽ ഖാത്തിമ. അല്ലാഹുമ്മ റസുഖനാ ഹുസ്നൽ ഖാത്തിമ. അല്ലാഹുമ്മ റസുഖനാ ഹുസ്നൽ ഖാത്തിമ. മരണത്തിൻ്റെ മുമ്പ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനും ഹബീബിനെ മനാമിലോ യഖ്ളത്തിലോ കാണാനും ഹബീബിനെ സന്ദർശിക്കാനും അല്ലാഹു ഹബീബിൻ്റെ ശഫാഅത്ത് ലഭിക്കാനും ഒക്കെയുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അവിടുത്തെ പരിശുദ്ധമായ ഹദറത്ത് ചെന്ന് സലാം പറയാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ഹജ്ജും ഉംറയും അല്ലാഹുവേ തവണകളായി നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. നിൻ്റെ പരിശുദ്ധ ഹറമൈനുകളിൽ അല്ലാഹുവേ ഇടക്കിടക്ക് സന്ദർശിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. അവിടുത്തെ ഇബാദത്തിന് തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളെ സജ്ജനങ്ങളിലേക്ക് ചേർക്കണേ അല്ലാഹ്. സജ്ജനങ്ങളെ നീ സംരക്ഷിക്കുന്ന പോലെ ഞങ്ങളെ സംരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളെ നീ സംരക്ഷിക്കണേ റബ്ബേ. മരിച്ചു പോയവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ. ജീവിച്ചിരിക്കുന്നവർക്ക് നീ റഹ്മത്ത് ചെയ്യണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.